അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ കുപ്പായമിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിഴച്ച പ്രസ്ഥാനമാണ് സൂഫിസം. ഈ സൂഫിസം എന്ന പിഴച്ച ആദർശം അവസാനം എത്തിപ്പെടുക സർവമത സത്യവാദത്തിലേക്കാണ് എന്നതിന് ഈ കേരളത്തിൽ തന്നെ നിരവധി തെളിവുകളുണ്ട്. ജൂത ക്രിസ്ത്യാനികളിൽ നിന്ന് ഷിയാക്കൾ അഭിഹിത ഗർഭം ധരിച്ച് പിഴച്ചു പെറ്റ ജാരസന്തതികളാണ് ത്വരീഖത്തുകളും സൂഫിസവും. അതുകൊണ്ട് തന്നെ ഈ സൂഫികൾ അവസാനം ഇസ്ലാമിനെ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താറുണ്ട്. സമസ്തയിലൂടെ ത്വരീഖത്തിലേക്ക്, ത്വരീഖത്തിലൂടെ സൂഫിസത്തിലേക്ക് എന്നതാണ് ഇതിൻ്റെ ഒരു റൂട്ട്. സൂഫിസത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് മുൻഗാമികളായ ഇമാമിങ്ങൾ തന്നെ മുസ്ലിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, രാവിലെ ഒരുത്തൻ സൂഫിയായാൽ അവൻ വൈകുന്നേരമാകുമ്പോഴേക്കും പമ്പര വിഡ്ഢിയായി മാറുമെന്നാണ്. അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കാലമത്രയും സമസ്തക്കാർ തോളിലേറ്റിയും തലയിലേറ്റിയും നടന്നിരുന്ന മൂത്തയെടുത്തുകാരൻ കാസിമി. സമസ്തയുടെ പ്ലാറ്റ്ഫോമുകളിൽ നിറസാന്നിധ്യമായിരുന്ന അയാൾ ഒരു സുപ്രഭാതത്തിൽ തീജാനി ത്വരീഖത്തിലേക്കും അവിടെ നിന്ന് സൂഫിസത്തിലേക്കും ചേക്കേറിയതോടുകൂടി അയാളുടെ വായിൽ നിന്നും വരുന്നത് സർവമത സത്യവാദവും ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളെ തന്നെ നിഷേധിക്കുന്ന പിഴച്ച സംസാരങ്ങളുമാണ്. മുസ്ലിം സമുദായം കാലാകാലങ്ങളായി പഠിപ്പിക്കപ്പെട്ടു പോരുന്ന അല്ലെങ്കിൽ അനുവർത്തിച്ചു പോരുന്ന പല ആദർശങ്ങളുടെയും കടക്കൽ കത്തിവെക്കുന്ന സംസാരങ്ങളാണ് ഇയാൾ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം താൽക്കാലിക ലാഭങ്ങൾക്കും വേണ്ടി ഇയാളെ തലയിലേറ്റി നടന്നിരുന്ന സമസ്തയിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ തന്നെ ഇപ്പോൾ പരസ്യമായി ഇയാളെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇയാൾ ഏറ്റവും ഒടുവിൽ വാളോങ്ങിയിട്ടുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾക്ക് നേരെയും സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് നേരെയുമാണ്. ആരോടോ ഉള്ള വാശി കണക്ക് എന്തും വിളിച്ചു പറയുന്ന ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ എത്തിപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇയാൾ തിരിഞ്ഞിട്ടുള്ളത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആദർശ പ്രബോധനത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, തൗഹീദിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി നടത്തിയ ബദർ യുദ്ധത്തിന് നേരെയാണ്. കാലമിത്രയായി മുസ്ലിം സമുദായം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതകൾക്ക് നേരെയാണ് ഇയാൾ വാളോങ്ങിയിട്ടുള്ളത്. ബദർ യുദ്ധത്തെക്കുറിച്ച് ഇയാൾ പറയുന്നത് ആദ്യം തന്നെ കേൾക്കുക. ചിന്താപരമായ പിഴവുകൾ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചു അടുത്ത കാലത്ത്. അതിന് കാരണം 20-ാം നൂറ്റാണ്ടിൽ വന്ന ചില രാഷ്ട്രീയ മാറ്റങ്ങളാണ്. മുസ്ലിങ്ങളിൽ ചിന്താപരമായ പിഴവ് വന്നിട്ടുണ്ട്. ഉദാഹരണം, ബദർ യുദ്ധത്തെ മനസ്സിലാക്കിയെടുത്ത് മുസ്ലിങ്ങൾക്ക് പിഴവ് പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പിഴവാണത്, ചെറിയ പിഴവല്ല. പ്രഭാഷണങ്ങളെല്ലാം തൗഹീദും ശിർക്കും ഏറ്റുമുട്ടിയെന്നാണ്. ഒരു ലോക ചരിത്രത്തിൽ തൗഹീദ് ശിർക്കുമായി വാളുകൊണ്ട് ഏറ്റുമുട്ടിയ ചരിത്രമില്ല. തെറ്റാണ് വ്യാഖ്യാനം. തൗഹീദും ശിർക്കും ഏറ്റുമുട്ടൂല. എന്തുകൊണ്ട്? ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. എങ്ങനെ ഏറ്റുമുട്ടുന്നു? സഹോദരങ്ങളെ, ഇവൻ ഈ പറയുന്നത് സലഫികളെ കുറിച്ച് മാത്രമല്ല, ഇന്നോളം ലോക മുസ്ലിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് നേരെയാണ് ഇവൻ കുരച്ചു ചാടുന്നത്. ഇവൻ പറയുന്നത് ബദർ യുദ്ധത്തെ മനസ്സിലാക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് വലിയ പിഴവ് പറ്റിയെന്നാണ്. ചെറിയ പിഴവൊന്നല്ല, വലിയ പിഴവ് പറ്റിയിട്ടുണ്ട്. എന്താ കാര്യം? ഷിർക്കും തൗഹീദും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ബദർ എന്ന് മനസ്സിലാക്കിയതിൽ മുസ്ലിങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, കാതലായ പിഴവ് പറ്റിയിട്ടുണ്ട്. ആ പറ്റിയ പിഴവ് പൊളിച്ചെഴുതി 14 നൂറ്റാണ്ടായി മുസ്ലിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് അബദ്ധമാണ്, അതല്ല സത്യം എന്നാണ് ഇവൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് ബദർ? ബദർ എന്താണ്? തൗഹീദും ഷിർക്കും തമ്മിലുള്ള പോരാട്ടമല്ല, പിന്നെന്താണ്? അതിവൻ തന്നെ പറയട്ടെ. എന്താണ് വിട്ടിജി പറയുന്നത്? അപ്പോൾ എന്തിനാ ബദർ യുദ്ധം? ബദർ യുദ്ധം ധർമ്മവിരുദ്ധമായ ഒരു സമൂഹത്തിനെതിരെയാണ്. ധർമ്മത്തിനുവേണ്ടി യുദ്ധം ചെയ്യണം. തൗഹീദിന് യുദ്ധമല്ല, ധർമ്മത്തിന് യുദ്ധം. തിരിഞ്ഞില്ല. ഇത് രണ്ടാണ്. അതായത് മനുഷ്യൻ ഇവിടെ നിലകൊള്ളുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ട്. ആ വ്യവസ്ഥിതിക്കെതിരായ ജനങ്ങളെ ആയുധം കൊണ്ട് നേരിടേണ്ടി വരും. കാരണം മനുഷ്യനോട് ജീവിക്കണ്ടേ? അതിൽ ലോകത്തെ എല്ലാ മഹൽ വചനങ്ങളും ഒന്നാ. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതായത് പെണ്ണുങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കണം, കുട്ടികൾക്ക് മര്യാദയ്ക്ക് ജീവിക്കണം, പെൺകുട്ടികളെ മര്യാദയ്ക്ക് പോറ്റണം,
മനുഷ്യൻ അവന്റെ വിശ്വാസം എന്താണെങ്കിലും അതനുസരിച്ച് ജീവിക്കണം. അതിനാരും സമ്മതിക്കൂലെങ്കിൽ യുദ്ധം ചെയ്യും. എന്തിന്? അത് ധർമ്മാണ്. കേട്ടില്ല സഹോദരങ്ങളെ, ഓൻ ചോദിക്കാണ്, എന്താണ് വിഡ്ഢി ജി പറയണത്? ആരെയാണ് ഇപ്പം വിഡ്ഢി എന്ന് വിളിക്കണമെന്ന് അറിയോ? ഏതെങ്കിലും ഒരാളല്ല. 14 നൂറ്റാണ്ടിലധികം കാലമായി മുസ്ലിം സമൂഹം മൊത്തം വിശ്വസിച്ച ഒരു വിശ്വാസം, പഠിപ്പിക്കപ്പെട്ട വിശ്വാസം എന്താണ്? ശിർക്കും തൗഹീദും തമ്മിലാണ് ബദർ യുദ്ധം ഉണ്ടായത്. തൗഹീദിന്റെ സ്ഥാപനത്തിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ശിർക്കിന്റെ ആളുകൾക്കെതിരെ ഉണ്ടായ ആദ്യ യുദ്ധമാണ് ബദർ. അതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ പഠിപ്പിക്കപ്പെട്ട, അങ്ങനെ മനസ്സിലാക്കി ജീവിച്ചു പോരുന്ന മുസ്ലിം സമുദായത്തെ മൊത്തത്തിലാണ് അവൻ വിഡ്ഢി എന്ന് വിളിക്കുന്നത്. എന്നിട്ട് അവൻ ചോദിക്കാണ്, എന്തിനാ ബദർ യുദ്ധം ഉണ്ടായത്? ധർമ്മവിരുദ്ധമായ ഒരു സമൂഹത്തിനെതിരെ ആണ് ബദർ യുദ്ധം ഉണ്ടായത്. അത് എല്ലാ കാലത്തും എല്ലാ മതത്തിലും ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതുപോലത്തെ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. എന്നിട്ട് ശ്ലോകം ചൊല്ലുകയാണ്, ഗീത ചൊല്ലുകയാണ്, പരിത്രണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത്രയുള്ള ബദർ യുദ്ധം. ഇതുപോലത്തെ ഒരു സംഭവമാണ് ബദർ യുദ്ധം. എന്ത്? ധർമ്മം ക്ഷയിക്കപ്പെടുമ്പോൾ, അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ അതിനെതിരെ കാലാകാലങ്ങളായി യുഗങ്ങളായി ദൈവം അവതരിച്ചു കൊണ്ടിരിക്കുന്ന ശ്ലോകം ഉണ്ടല്ലോ, അതാണ് അതിന്റെ തെളിവ്. സംഭവാമി യുഗേ യുഗേ, അത്രേ ഉള്ളൂ. എന്നോട് പറയാനുള്ളത് യൂഗോ എന്നാണ്. ഇവിടുന്ന് എവിടേക്കേലും പോ. ഈ കേരളത്തിലും സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ എന്നെ ആവശ്യമില്ല. ഇനി വല്ല ആമസോൺ കാടുകളിലൊക്കെ പോയി ജീവിച്ചോ, അതവരും നല്ലത്. അവിടെ ആകുമ്പോൾ ഇവനെ പോലത്തെ കുറെ ജീവികളുണ്ട്, ലോകത്തിനായിട്ട് ഇണങ്ങാത്ത, ജനങ്ങളായിട്ട് ഇണങ്ങാത്ത കുറെ ഗോത്രവർഗങ്ങൾ, മനുഷ്യന്മാർ ആ കാടുകളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ആ കാടാണ് ഇവനൊക്കെ നല്ലത്, ഇവന്റെ തോന്നിയാസം വിളിച്ചു പറയാനേ. സഹോദരങ്ങളെ, നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വികാരനിർഭരമായ, നിർണായകമായ ഒരു പോരാട്ടമാണ് ബദറിന്റെ പോരാട്ടം. എന്താ അതിന്റെ പശ്ചാത്തലം? ഇവരിത് അവതരിപ്പിക്കുന്നത് കേവലം ഒരു പോരാട്ടം. കാലാകാലങ്ങളായി ധർമ്മത്തിനെതിരെ ചില തമ്മാടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർക്കെതിരെ പല നാടുകളിലും പല കാലങ്ങളിലും പല സന്ദർഭങ്ങളിലും നടക്കുന്ന ഒരു പോരാട്ടം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പോരാട്ടമാണ് ബദർ. എന്നാൽ മുസ്ലിങ്ങൾക്ക് അതാണോ ബദർ? എന്താണ് ബദറിന്റെ പശ്ചാത്തലം? ഇവരുടെ തന്നെ പാളയത്തിലെ സമസ്തയുടെ മുതിർന്ന നേതാവായ പേരോട് റഹ്മാൻ സഖാഫി തന്നെ വിശദീകരിക്കട്ടെ. ബദർ കേവലം ഒരു പോരാട്ടമാണോ? എന്താണ് അതിന്റെ പിന്നിലുള്ള പശ്ചാത്തലം? അല്ലാഹു തആല അവന്റെ കലിമത്തുകളായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ കൊണ്ട് അവർ ഇവിടെ പ്രചരിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിയുടെ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചു. അതിനെ എതിർക്കാനും അതിനെ നശിപ്പിക്കാനും, അത് അംഗീകരിച്ചവരെ കൊന്നൊടുക്കാനും, അത് അംഗീകരിച്ചവരെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും, അവരെ നശിപ്പിക്കാനും ഒരുങ്ങിയ ആ അൽ കാഫിരീൻ, അവിശ്വാസികളായ ഏത് അവിശ്വാസികൾ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ജന്മനാട്ടിൽ ജീവിക്കുമ്പോൾ ജീവിക്കാൻ അനുവദിക്കാതെ മുണ്ട് കൊണ്ടുവന്നിട്ട് കഴുത്തിലിട്ടിട്ട് 2 ഭാഗവും പിടിച്ചു മുറുക്കി കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചില്ലേ മക്കയിലെ മുശ്രിക്കീങ്ങൾ? ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കുമ്പോ ഒട്ടകത്തിന്റെ കൊടലുകൾ കൊണ്ടുവന്ന് അവിടുത്തെ കഴുത്തിലിട്ട് കൊടുത്തിട്ട് സുജൂദിൽ നിന്ന് തലകീർത്താൻ കഴിയാതെ അവിടുന്ന് പ്രയാസപ്പെട്ടില്ലേ? അവിടുത്തെ കാലിന് ഉരുളങ്കല്ലെടുത്തെറിഞ്ഞ് രക്തം പൊട്ടി ഒലിപ്പിച്ചില്ലേ? അവിടുത്തെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയുടെ അതാ ഗുഹ്യസ്ഥാനത്ത് പോലും വലിയ കുന്തം കുത്തിക്കയറ്റി കൊന്നുകളഞ്ഞില്ലേ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞിൽ വലിയ കല്ലുകൊണ്ട് വന്ന് വെച്ച് മരുഭൂമിയിൽ കിടത്തി ഉരുട്ടിയില്ലേ? അങ്ങനെ സ്വന്തം ജനിച്ച നാട്ടിൽ ഹബീബായ നബിതങ്ങളെയും നബിതങ്ങളിൽ വിശ്വസിച്ചവരെയും ജീവിക്കാൻ പ്രയാസപ്പെടുത്തി അവർ നാടും വീടും വിട്ട് പോകേണ്ടി വന്നില്ലേ? അവസാനം നബിതങ്ങൾ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോ കൊല്ലാൻ വേണ്ടി വന്ന് വീട് വളഞ്ഞില്ലേ? ബദർ യുദ്ധം നിങ്ങൾക്കറിയാമല്ലോ. ഹിജറ 2ാമത്തെ വർഷം, ആ വർഷത്തിലുള്ള പരിശുദ്ധ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടുകയാണ്. അതാ ഖുറൈശികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത, കൂടെയുള്ള ആളുകളെ കൊന്നൊടുക്കുന്ന നബി തങ്ങളെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ ആ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി തങ്ങളെ മദീനയിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന നിലക്ക് ഹബീബായ നബി തങ്ങൾക്ക് എതിരെ ധാരാളം ആയുധങ്ങൾ വാരിക്കൂട്ടാൻ, നബി തങ്ങളെ മദീനയിൽ നിന്നും തുരത്താൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ ബിസിനസ് നടത്തി പണം വർദ്ധിപ്പിച്ച് മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഇസ്ലാമിക രാഷ്ട്രത്തെയും വെട്ടിപ്പിടിച്ച് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അവർ നടത്തുന്ന ഒരു ബിസിനസ്, ആ ബിസിനസിന് വേണ്ടി ഷാമിലേക്ക്, സിറിയയിലേക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കച്ചവട സംഘമായി പോവുകയാണ്. സാധനങ്ങളുമായി അവർ വരികയാണ്. ആ കച്ചവട സംഘം ഇങ്ങനെ ബിസിനസ് നടത്തിയാൽ അത് ഇസ്ലാമിന് ഭീഷണിയാണ്, മദീനക്ക് ഭീഷണിയാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിന് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അവരെ കച്ചവട സംഘത്തെ പിടിച്ച് അവരുടെ സ്വത്ത് പിടിച്ചെടുക്കൽ
ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആ ശത്രുക്കളെ ഇനിയും കൂടുതൽ ആയുധങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി അവർക്ക് അവസരമുണ്ടാക്കിക്കൂടാ. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ശാമിൽ നിന്ന് പുറപ്പെട്ട നമ്മുടെ ശത്രുക്കളായ ഖുറൈശികളുടെ ഒരു ഒട്ടക സംഘമുണ്ട്. ആ ഒട്ടക സംഘത്തിന്റെ അടുക്കൽ ഒരുപാട് സ്വത്തുക്കളുമായി അവർ കച്ചവട സംഘം പോവുകയാണ്. അതിനാൽ നമ്മൾ അവരെ പോയി ചെന്നിട്ട് അവരുടെ കച്ചവട സംഘത്തിൽ നിന്ന് ആ സ്വത്തുക്കൾ പിടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ രാഷ്ട്രത്തിന് ഭീഷണിയാണ്, നമുക്ക് ഭീഷണിയാണ്. എന്നിട്ട് നമുക്ക് ശത്രുക്കളെ നേരിടാൻ അവരെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ ഉപയോഗിക്കാം. നമ്മുടെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത ശത്രുക്കളല്ലേ അത് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പിടിച്ചെടുക്കാൻ വേണ്ടി സദാ സഹാബത്തിന് പ്രചോദനം നൽകി. അങ്ങനെ അവർ ബദർ യുദ്ധത്തിന്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. ഇതാണോ ബദർ യുദ്ധത്തിന്റെ കൃത്യമായ വിവരണം. ഇതിനാണ് ബദറുണ്ടായത്. എന്തിന്? ദീനുൽ ഇസ്ലാം യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചു. മനസ്സിലായോ? അതിനെ എതിർക്കാനും നശിപ്പിക്കാനും ആ ദീനുൽ ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളെ, സാധുക്കളെ, വിശ്വാസികളെ കൊല്ലാനും നാടുകടത്താനും പീഡിപ്പിക്കാനും ഒരുങ്ങിയ ആ ശത്രുക്കൾക്കെതിരെ, ആ കുഫാറുകൾക്കെതിരെയാണ് ബദർ യുദ്ധം ഉണ്ടായത്. അല്ലാതെ മൂത്ത പിരാന്തൻ ചെലക്കണമാരി പെണ്ണുങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാനും കുട്ടികൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാനും കുട്ടികളെ മര്യാദയ്ക്ക് പോറ്റാനും അങ്ങനെ കേവലം ചില വിഷയങ്ങൾക്കും വേണ്ടി സാധാരണ ലോകത്ത് എല്ലായിടത്തുണ്ടാണ് യുദ്ധം. അതിനല്ലടോ ബദർ യുദ്ധം ഉണ്ടായത്. ഈ പേരോട് മുസ്ലിയാർ ഈ പറഞ്ഞ ഈ സംഭവമാണ് മുസ്ലിം ലോകം ഈ 14 നൂറ്റാണ്ടിലധികമായി ബദർ യുദ്ധത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് മുസ്ലിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇവന് എവിടുന്ന് ഇപ്പൊ ഇൽഹാമ കിട്ടിയത്? ഏത് ഷെയ്ത്താനാണോ ഇവന് ഓരോ സമയത്തും ഓരോ വൃത്തികേടുകള്, അടിസ്ഥാന വിരുദ്ധമായ ഇസ്ലാമിക വിരുദ്ധമായ ഓരോ തെമ്മാടിത്തങ്ങള് ഇവന്റെ നാവിലൂടെ ഇട്ടുകൊടുക്കുന്ന ഷെയ്ത്താൻ, ആ പിശാച് ഏതാണ്? ഏത് ത്വരീഖത്തിന്റെ ഷെയ്ത്താനാണിത്? ഏത് ജൂതനാണിത്? മുസ്ലിങ്ങളുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ അട്ടിമറിപ്പിക്കാൻ ഇവനെ പ്രേരിപ്പിക്കുന്ന, അതിനുവേണ്ടി ഇവന് ഫണ്ട് കൊടുക്കുന്ന ഇസ്ലാമിന്റെ ശത്രു ആര്? അത് താമസിയാതെ പുറത്തു വരും ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഈ ബദർ യുദ്ധം, ഈ ബദറിലെ പോരാട്ടം, വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ നടത്തിയ ഈ പോരാട്ടം ഉണ്ടല്ലോ, ഇത് മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ അധ്യായങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണിത്. ഇവിടെ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ സ്വഹാബത്തും അടങ്ങുന്ന നേതൃത്വം കൊടുത്ത മുസ്ലിം സമുദായത്തിന്റെ വിജയങ്ങളുടെ തുടക്കം ഇവിടുന്നാണ്. മനസ്സിലായോ? അതിനെയാണ് ഇപ്പൊ അങ്ങനെ എത്ര നിസ്സാരമായിട്ട് അവതരിപ്പിക്കുന്നത്. കേവലം ഒരു ധർമ്മം സ്ഥാപിക്കാനുള്ള ഒരു പോരാട്ടം. അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ കാലാകാലങ്ങളായി ഓരോ യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാവും. അതുപോലത്തെ ഒരു ഏറ്റുമുട്ടലാണ് ബദർ. അത്ര ഉള്ളു ബദർ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കണവന്. മനസ്സിലായോ? സഹോദരങ്ങളെ, ബദർ യുദ്ധത്തിന്റെ തലേന്ന് രാത്രി ശത്രുക്കളുടെ നേതാവായ അബൂജഹല് ഈ വിഷയത്തെക്കുറിച്ച് അള്ളാഹുവിനോട് നടത്തിയൊരു പ്രാർത്ഥന ഉണ്ട്. അത് പേരോട് തന്നെ പറയട്ടെ. അബൂജഹലും അപ്പുറന്ന് ദ്വാരക്കുന്നുണ്ട്. ദൈവമേ, അബൂജഹലിന്റെ ദ്വാ, ദൈവമേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതത്തിനെ നീ വിജയിപ്പിക്കണേ. സുബ്ഹാനല്ലാഹ്. ഏകദൈവ വിശ്വാസം അബൂജഹലിനില്ല. അല്ലാഹു ജല്ല ജലാലുഹു അവനിൽ ഈമാൻ ഉണ്ടെന്ന് അബൂജഹലിനെ കുറിച്ച് പറയാൻ വകുപ്പില്ല. ഖുർആൻ അബൂജഹലിനെ പറ്റിയും അവന്റെ ആൾക്കാരെ പറ്റിയും പറഞ്ഞു, യക്ഫുറൂന ബില്ലാഹ്, അല്ലാഹുവിൽ അവിശ്വസിച്ചു എന്നാണ്, വിശ്വസിച്ചു എന്നല്ല. പക്ഷേ ദൈവമുണ്ടെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അങ്ങനെ ദൈവമേ എന്ന നിലക്ക് അവരും പ്രാർത്ഥന നടത്തുന്നു. അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചാലേ അല്ലാഹുവിൽ വിശ്വസിക്കലാകൂ. അപ്പൊ അബൂജഹൽ എന്താ പ്രാർത്ഥിച്ചത്? ദൈവമേ. അത് പേരോടിന്റെ പരിഭാഷയാണ്. കാരണം അബൂജഹൽ ഇപ്പൊ എന്തായാലും മലയാളത്തിൽ ദൈവമെന്ന് പറയില്ലോ. അബൂജഹൽ അള്ളാനെ വിളിച്ചാ പ്രാർത്ഥിച്ചത്. അതിന് വേറെ ദൈവമാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പേരോട് അതിന്റെ അടിയിൽ നടത്തി ട്രപ്പീസ് കളിയാണത്. ഇരിക്കട്ടെ. അപ്പൊ അബൂജഹൽ പ്രാർത്ഥിച്ചത് അള്ളഹാനോട് പ്രാർത്ഥിച്ചു, ഇതാ സത്യത്തിന്റെ കക്ഷി, ഈ സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കണമേ എന്ന് അള്ളഹാനോട് വിളിച്ചാ പ്രാർത്ഥിച്ചത്. അത് മോയിൻകുട്ടി വൈദ്യരുടെ ബദർ ഖിസ്സപ്പാട്ടിലെ വരിയെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവൂലേ. അതിലെന്താ പറയണത്? അബൂജഹല് കഅബത്തിന്റെ കില്ല പിടിച്ച് അള്ളഹാനോട് പ്രാർത്ഥിക്കുകയാണ്, ഇറയോന് ഹാദൽ ബൈത്തുടെ നായനെ ഹക്കോട് ബാത്തിൽ രണ്ടിൽ, ഈ കഅബത്തിന്റെ നായകനായ നാഥനായ അള്ളാഹുവേ, ഇതാ രണ്ട് കക്ഷികളിൽ ഈ ബാത്തിലിന്റെ കക്ഷി ആരാന്ന് നിനക്കറിയാം, ആ ബാത്തിലിന്റെ കക്ഷിയെ പരാജയപ്പെടുത്തണേ, സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അബൂജഹൽ പ്രാർത്ഥിച്ചത്. ഇപ്പുറത്ത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ തലേന്ന് രാത്രി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത് ഈ കാസിമി തന്നെ വിവരിക്കട്ടെ. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം മുഹമ്മദ് മുസ്തഫ ബദറിന്റെ താഴ്വരയിൽ വെച്ച് ദുആ ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, സ്വഹീഹ് മുസ്ലിമിൽ കാണാം.
തുർമുദിയിൽ കാണാം, അബൂദാവൂദിൽ കാണാം, ഇബ്നു മാജയിൽ കാണാം, നസായിൽ കാണാം. എല്ലാ മുഹദ്ദിഥീങ്ങളും ആ ദുആ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹഉലാഇൽ ഉസാബ ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദാ. അല്ലാഹു വല്ലാത്തൊരു ദുആയായിരുന്നു. വല്ലാത്തൊരു ദുആ, മറക്കരുത് കേട്ടോ. ആ ദുആ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി തരാം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹഉലാഇൽ ഉസാബ, ഈ ചെറിയ സംഘം എങ്ങാനും റബ്ബേ നാളെ നശിച്ചു പോയാൽ ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദാ, ഈ ഭൂമിക്ക് മുകളിൽ ഒരു കാലത്തും പിന്നെ നിനക്ക് ഇബാദത്ത് ചെയ്യപ്പെടുകയില്ല. ഈ ഭൂമിക്ക് മുകളിൽ പിന്നെ ഒരു കാലത്തും നിന്നെ പറയപ്പെടുകയില്ല. ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദാ, ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദാ. അതായത് ബദരീങ്ങൾ നാളെ അങ്ങോട്ട് പൊട്ടിയാൽ, അവരാണ് നശിച്ചാൽ, അവരാണ് തീർന്നാൽ ഈ ലോകത്തിന് അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കൽ നടക്കൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ തോന്നിയാസം തമ്മാടിത്തരം ചെയ്താൽ ഞാൻ നരകത്തിലൂടെ കേട്ടോ എന്ന് ഒരൊറ്റ കൂട്ടരോടാണ് അള്ളാഹു തആല സമ്മതം കൊടുത്തത്. അത് ബദരീങ്ങൾക്കാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം രണ്ടോട്ടം മടക്കി പറഞ്ഞു. അതിൻ്റെ അർത്ഥം അവർ തോന്നിയാസം ചെയ്യുമെന്നല്ല. മുഅ്മിനീങ്ങളെ, ബദരീങ്ങൾ സാധാരണ ആളുകളല്ല, ഒരു വല്ലാത്തൊരു കൂട്ടർ. എന്തിനാ അതൊക്കെ പറയുന്നത്? ബദറിൽ സഹായിച്ച മലക്കുകൾ പോലും സാധാരണ മലക്കുകളല്ല. സഹോദരങ്ങളെ, ഈ വൈകാരികമായ പ്രാർത്ഥന ഉണ്ടല്ലോ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചുരുകി സുജൂദിൽ കിടന്നുകൊണ്ട് കരളുരുകി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അതിന്റെ പിറ്റേന്ന ബദർ നടക്കുന്നത്. എത്ര വൈകാരികമാണ് ബദറിലെ പോരാട്ടം, എത്ര വൈകാരികമാണ് അതിന്റെ മുമ്പുള്ള മുഹൂർത്തങ്ങൾ, നിമിഷങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഈ കൊച്ചു സംഘമെങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടില്ല. അതാണ് ഇതിന്റെ മർമ്മം. ഇതൊരു കേവലം പോരാട്ടമാണെങ്കിൽ കുറച്ച് പെണ്ണുപിടിയന്മാരും കുറച്ച് സ്ത്രീ സംരക്ഷകരും തമ്മിലുള്ള ഒരു പോരാട്ടം, കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയണ്ടി, അല്ലാഹുവേ, ഈ കൊച്ചു സംഘം നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നാളെ പിറ്റേന്ന് ഇവിടെ മക്കത്തും മദീനത്തും പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല, കുട്ടികൾ സംരക്ഷിക്കപ്പെടൂല, പെണ്ണുങ്ങൾ സംരക്ഷിക്കപ്പെടൂല. ഇതല്ലേ പറയേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത് എന്താ? ഈ കൊച്ചു സംഘം നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് ഈ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അള്ളാഹുവേ, ഈ കൊച്ചു സംഘത്തെ നീ വിജയിപ്പിക്കണമേ. ഇതാണ് ബദർ. മനസ്സിലായോ? ഇവന് തലക്ക് പിരാന്ത് പിടിച്ചിട്ട് ഓരോ സമയത്ത് ഓരോന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന ചരിത്രങ്ങൾ മാറുമോ? ഈ ചരിത്രം ഏതെങ്കിലും മാപ്പിളപ്പാട്ടുകാരൻ, ഏതെങ്കിലും കവി, ഏതെങ്കിലും നോവലിസ്റ്റ് മിനിഞ്ഞാന്ന് എഴുതിണ്ടാക്കിയ ചരിത്രം അത്? 14 മുസ്ലിം സമുദായം നിരാക്ഷേപം പഠിപ്പിക്കപ്പെട്ട ചരിത്രപരമായ വസ്തുതക്ക് നേരെയാണ് ഈ പിരാന്തൻ ഈ കൊഞ്ഞനം കുത്തുന്നത്. മനസ്സിലായോ? ഇവൻ പറയണ്ടല്ലോ, ഈ പ്രാർത്ഥന സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും തിർമിദിയിലും നസായിയിലും എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന്. അവർ വെറുതെ രേഖപ്പെടുത്തി വെച്ചു പോയതല്ല. ഇത് മുഫസ്സിറുകളും മുഹദ്ദിസുകളും എല്ലാം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് കൃത്യമായ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഇവൻ തന്നെ കണ്ണും പൂട്ടി അംഗീകരിക്കുന്ന മുഫസ്സിറുകൾ, നേതാക്കന്മാർ ഇത് പറഞ്ഞിട്ടില്ലേ? ഹാഫിള് സുയൂത്തിയുടെ അദ്ദുറുൽ മൻസൂർ എന്ന തഫ്സീറിൽ 4-ാം വാള്യം 19-ാം പേജിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എന്താണ് അതിൽ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത്? അല്ലാഹുമ്മ ഇൻ ലഹറ ഹാദിഹിൽ ഇസാബ ലഹറ ശിർക്ക് വലൻ യകുൻ ലക ദീനുൻ, ഈ ഒരു സംഘത്തിന്റെ മേൽ ശത്രുക്കൾ വിജയം കൈവരിച്ചാൽ അല്ലാഹുവേ, ശിർക്ക് പ്രകടമാകും. ലഹറ ശിർക്കു, ശിർക്ക് പ്രകടമാകും, നിന്റെ ദീൻ പിന്നെ നിലനിൽക്കുകയില്ല. തഫ്സീറിലുള്ളതാ. ഇവൻ എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? കഴിഞ്ഞിട്ടില്ല. സുയൂത്ത് ഇത് വിശദീകരിക്കുകയാണ്. ബദർ യുദ്ധത്തിന് ശേഷം സത്യനിഷേധികളായ ഖുറൈശികൾ പരാജയപ്പെട്ട് മക്കയിലേക്ക് മടങ്ങി. മുശ്രിക്കുകളെയും കപടവിശ്വാസികളെയും അള്ളാഹു ബദർ യുദ്ധം മുഖേന നിന്ദിച്ചു. എന്നിട്ട് പറയാണ്, വകാന ദാലിക യൗമുൽ ഫുർഖാൻ, അന്ന് യൗമുൽ ഫുർഖാൻ ആയിരുന്നു. എന്താണ് യൗമുൽ ഫുർഖാൻ? യൗമുൻ ഫറഖല്ലാഹു ബൈന ശിർക്കി വൽ ഈമാൻ, ശിർക്കും ഈമാനും വേർതിരിഞ്ഞ ദിവസമായിരുന്നു ബദർ യുദ്ധം. അതുകൊണ്ടാണ് അതിന് യൗമുൽ ഫുർഖാൻ എന്ന പേര് വന്നത്. സുയൂത്ത് വിശദീകരിച്ചതാ. എന്താ ഈ മൂത്തയടത്ത പിരാന്തതിനെ കുറിച്ച് പറയാനുള്ളത്? ബദർ യുദ്ധം ശിർക്കും തൗഹീദും തമ്മിലുള്ള പോരാട്ടമല്ലാന്നോ? എവിടുന്നാണ് എനിക്കത് കിട്ടിയത്? എന്താ അടിച്ച് കയറ്റണത്? എന്താ എന്റെ അസുഖം? ഒന്ന് പറഞ്ഞോണ്ടാ. എന്റെ സോക്കട എന്താ? അതിന് ചികിത്സിക്കാലോ? സഹോദരങ്ങളെ, ഇവന്റെ അസുഖം തീർന്നിട്ടില്ല. ചെറിയ അസുഖമല്ല ഇവന്റെ അസുഖം. ഇതൊരു ബദർ യുദ്ധത്തിൽ മാത്രം നിൽക്കുന്ന സംഭവമല്ല. ഇവന്റെ അസുഖത്തല്ല. ഇവൻ ഇസ്ലാമിലെ അടിസ്ഥാന തത്വങ്ങളെ മുഴുവൻ നിഷേധിക്കുകയാണ്. പരിശുദ്ധ ഖുർആനെ നിഷേധിക്കുകയാണ്. പ്രവാചകന്മാരുടെ അടിസ്ഥാന ദൗത്യത്തെ,
അവരുടെ പ്രയത്നത്തെ നിഷേധിക്കുകയാണ്. അള്ളാഹു എന്തിനാണോ പ്രവാചകന്മാരെ നിയോഗിച്ചത്, നബിമാരെ ഈ ഭൂമിയിലേക്ക് എന്തിനാണ് അയച്ചത്, അതിന്റെ അടിത്തറയെ തന്നെ തകർക്കുന്ന വാദമാണ് ഈ മൂത്തയിടത്തെ മൂത്ത പിരാന്തൻ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോക്കി ഇവന്റെ അടുത്ത പുലമ്പല്. പ്രവാചകന്മാർ ഒക്കെ വരുന്നത് സാമൂഹിക ക്രമങ്ങൾ നാശമാകുമ്പോൾ ആ സാമൂഹിക ക്രമങ്ങളെ നേരെ നിർത്താൻ വേണ്ടി വരുന്നവരാണ് പുണ്യപുരുഷന്മാർ. ഹിന്ദുമതത്തിലെ അവതാരങ്ങൾ എന്ന് പറയും. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് അർജുനനോട് ഗീത ഉപദേശിക്കാണ് കൃഷ്ണൻ. അപ്പൊ എവിടെയൊക്കെ അധർമ്മം വരുന്നു ആ അധർമ്മത്തിനെ മാറ്റിയൊരു ധർമ്മം സ്ഥാപിക്കാൻ സാധാരണ മനുഷ്യർക്ക് കഴിയാതെ വരും. അപ്പോഴാണ് ഈ വലിയൊരു വ്യക്തി എന്നൊരു കൺസെപ്റ്റിലേക്ക് ചരിത്രം വരുന്നത്. എന്താണ് ഈ പിശാചി പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? പ്രവാചകന്മാര് മുഴുവൻ വന്നത് ഈ സാമൂഹ്യ ക്രമം ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റിയ സാമൂഹ്യ ക്രമത്തിനെ ഒന്ന് നേരാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരൊക്കെ വരുന്നത്. ഹൈന്ദവ സമുദായത്തിൽ അതിന് അവതാരങ്ങൾ എന്ന് പറയും. പിന്നെ മറ്റേ ശ്ലോകം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതാണ് ഇവന്റെ ആകെ കിട്ടിയ തെളി. ഇതിപ്പോ എവിടുന്ന് പഠിച്ചാണാവോ? ആരോ ഒരാൾ ഇവന് ഈ ശ്ലോകം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇസ്ലാമിനെ എങ്ങനെ വ്യാഖ്യാനിക്കുക? അതവന്റെ പരിപാടി. സർവമത സത്യവാദത്തിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുപോവുക. ഇതാണ് കുറച്ചു കാലമായിട്ട് ഇവന്റെ അസുഖം. ഇവിടെ പ്രവാചകന്മാർ വന്നത് ഇങ്ങനെ സാമൂഹ്യ കർമ്മം തെറ്റുമ്പോ, സമൂഹത്തിൽ എന്തൊരു തിന്മ വരുമ്പോ അതിനെ നേരാക്കാൻ വേണ്ടിയ പ്രവാചകന്മാർ വന്നത്. പരിശുദ്ധ ഖുർആനിലെ 100 കണക്കിന് ആയത്തുകൾ ചവിട്ടിമതിച്ചിട്ടല്ലാതെ, തട്ടിമാറ്റിയിട്ടല്ലാതെ, അതിന് നേർക്ക് കൊഞ്ഞനം കുത്തിയിട്ടല്ലാതെ ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത്? എന്താണ് പരിശുദ്ധ ഖുർആൻ ഈ വിഷയമായി പറയണത്? എത്ര ആയത്തുകളിലാണ് അള്ളാഹു പ്രവാചകന്മാരുടെ നിയോഗത്തെ കുറിച്ച് പറയുന്നത്? എത്ര ആയത്തുകള്! സൂറത്ത് അംബിയാ 25 വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. സാമൂഹ്യ ക്രമം നേരാക്കാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹനെ ആരാധിക്കൂ എന്ന് പറയാനാ പ്രവാചകന്മാർ അയച്ചിട്ടുള്ളത്. മനസ്സിലായോ? കഴിഞ്ഞിട്ടില്ല. സൂറത്ത് അഅറാഫ് 59 ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുവിൻ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ദൈവവുമില്ല. തീർച്ചയായും ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതേ സൂറത്ത് 65 വൈല ആദിൻ അഖാഹും ഹൂദ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. ആദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുവിൻ, നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല, നിങ്ങൾ എന്താണ് സൂക്ഷ്മത പാലിക്കാത്തത്? ഇങ്ങനെ നിരവധി അനവധി 100 കണക്കിന് ആയത്തുകള് റസൂലുകളെ നിയോഗിച്ചതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാണ്? അള്ളാഹുവിനെ ആരാധിക്കൂ എന്ന് ഉത്ബോധനം ചെയ്യാനാണ് പ്രവാചകന്മാരെ മുഴുവൻ അയച്ചത്. എന്നിട്ട് ഇക്കണ്ട ആയത്തുകൾക്ക് നേർക്ക് കാർക്കിച്ച് തുപ്പിയിട്ട് ഇതിനെ ചവിട്ടി മതിച്ചിട്ട് ഈ പിരാന്തം പറയാണ് പ്രവാചകന്മാരൊക്കെ വന്നത് ആ സാമൂഹ്യ ക്രമം തെറ്റുമ്പോ അത് തെറ്റിയ സാമൂഹ്യ ക്രമം നേരെയാക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം യുഗേ യുഗേ. അത്രയുള്ള പ്രവാചകന്മാരെ ദൗത്യം. ഞാൻ പിരാന്തം ഇടക്കിടക്കിനെ പറയേണ്ടത് ഇവന് പിരാന്തുള്ളതുകൊണ്ടാണ്. അത് ഓൻ തന്നെ പറയേണ്ടത്. അത് ഞാൻ ലാസ്റ്റ് ഇടാം ഇപ്പൊ ഇൻഷാ അല്ലാ. സഹോദരങ്ങളെ, ഇവൻ ചേകന്നൂർ സിസ്റ്റം പൊടുത്തം വിട്ടിട്ടുണ്ട്. കാരണം ചേകന്നൂർ എന്ന് പറഞ്ഞാൽ ഖുർആനെ നിഷേധിക്കണം എന്ന് പറഞ്ഞ ടീമല്ല, ഖുർആൻ മാത്രം മതി പറഞ്ഞ ടീമാണ്. അവരാദ്യം എന്താ ചെയ്തത്? ആദ്യം തന്നെ ഹദീസുകൾക്കെതിരെ തിരിഞ്ഞു. അതും ഹദീസിനെതിരെ മൊത്തത്തിൽ തിരിഞ്ഞിട്ടുമില്ല. ആദ്യം ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ്, യുക്തിക്ക് യോജിക്കാത്ത ഹദീസ്, ഒരാൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അങ്ങനെ പറഞ്ഞിട്ട് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അങ്ങനെ പറഞ്ഞിട്ട് സ്വഹീഹ് ഹദീസുകളെ മൊത്തം തള്ളി. എന്നിട്ട് ഞങ്ങൾ ഖുറാന്റെ ആൾക്കാരാണ്, ഖുറാൻ മാത്രം മതി എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാം ഒഴിവാക്കി ഇപ്പൊ ഒരു സർവ്വമത സത്യവാദത്തിലേക്ക് അവരെത്തി. പക്ഷെ ഇവനോ ആദ്യം തന്നെ നേരെ ചേങ്ങന്നൂരിന് മോൾക്കവൻ. ഇപ്പം ഖുറാനിലെ ആയത്തുകളെ മുഴുവനും തള്ളണത്. ഖുറാനിൽ അടിസ്ഥാനപരമായി പഠിപ്പിച്ച പല കാര്യങ്ങളെയും തള്ളിക്കൊണ്ടാണ് ഇവന്റെ തേരോട്ടം. ഇപ്പം ചേകന്നൂരിന്റെ മുകളിലാണ് കിടക്കുന്നത്. മനസ്സിലായോ? ഇനിയിപ്പോ സർവ്വമത സത്യവാദത്തിലേക്ക് വരും. ഞാൻ തെളിയിച്ചരാം ഇൻഷാ അല്ലാഹ്. ഓരോ കളിപ്പിട്ടും തെളിയിച്ചരാം. ഇത് വെറുതെ എന്തെങ്കിലും പറയില്ല സഹോദരങ്ങളെ. ഇവൻ പ്രവാചകന്മാരുടെ അടിസ്ഥാന ദൗത്യത്തെ മൊത്തം അട്ടിമറിക്കണതിനറിയോ? നമ്മളങ്ങനെ ദീനൊന്നും പറയണ്ട, ഇസ്ലാമൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ സാമൂഹ്യ തിന്മക്കെതിരെ എങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ഒരു മെസ്സേജാണ് പരോക്ഷമായിട്ട് ഈ പിരാന്തം കൊടുക്കുന്നത്. അതിന് പിന്നെ ഒരു തെളിവും പറയുന്നുണ്ട്, കേട്ടോളി. ഇപ്പൊ നിങ്ങളൊരു സപ്പോസ് അപ്പുറത്തൊരു ക്രിസ്ത്യാനി ഇരിക്കുന്നു. ആ ക്രിസ്ത്യാനിക്ക് ഇതൊന്നും കേട്ടിട്ടും അയാൾ ഇസ്ലാമിൽ അയാളെ നിർബന്ധിച്ച് പിടിച്ച് ഭാഗത്തിലൂടെ അയാളെ പ്രേരിപ്പിച്ച് കയറ്റേണ്ട ഒരു ആവശ്യം ഇസ്ലാമിനില്ല.
നിങ്ങൾ പറയാനുള്ളത് പറയാം. പറയാ ചിലപ്പോ പറയാതിരിക്കാം, പറയാതിരിക്കലാ നന്മെങ്കിൽ പറയണ്ട. അങ്ങനെയല്ലേ കോണ്ട് നായരെ എന്നെങ്കിലും ഇവിടെ മലബാറിലെ മുസ്ലിം നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനിയല്ലേ എല്ലാവരും അംഗീകരിക്കുന്ന മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങള്. അവസാന ദിവസം വരെ അവരുടെ സെക്രട്ടറി ആരാ? കോണ്ട് നായരോട് ഒരു ദിവസമെങ്കിലും മുസ്ലിം ആവും കോന്തു എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിം ആവില്ലേ? പറഞ്ഞിട്ടുണ്ടോ? അതിലെങ്കിലും വല്ല കമ്മിയുണ്ടോ? എന്തുകൊണ്ട്? കോണ്ട് നായരോട് പറയേണ്ടേ ഇല്ല എന്ന് ആ മനുഷ്യന്റെ 6ാം ഇന്ദ്രിയം ആ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടാവും. കുറ്റക്കാരനാണോ മബർത്താങ്ങൾ? അതെ, കൊന്നു നായരെ മതം മാറ്റിയില്ല എന്നുള്ളത് ആ ഒരു കുറ്റം പരലോകത്തുണ്ടാവും. ഇല്ല, ചിലപ്പോ മിണ്ടാതിരിക്കലായിരിക്കും നന്മ. എന്താണ് ഈ ചങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കണത്? വല്ല ബോധം പോലുണ്ടാ? ഇവൻ പറയണ നിർബന്ധിച്ച് പിടിച്ച് ആരും ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലാന്ന്. ആരോടോ അങ്ങനെ പറഞ്ഞത്? ഒരുത്തനെ പിടിച്ച് നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊടുത്തിട്ട് ഇസ്ലാമിന്റെ അംഗസംഖ്യ കൂട്ടണമെന്ന് ആരോടെ പറഞ്ഞത്? ഇസ്ലാം ദീൻ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഉപത് പറഞ്ഞപ്പോൾ ആ അഭിമുഖം നടത്തുന്ന ഒരു സോഷ്യലിസ്റ്റ് ആട്ടോ. അയാൾ ചോദിക്കാണ്, അല്ല നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല, നമുക്ക് പറയാനുള്ളത് പറയലേന്ന്. അപ്പൊ അതിനും കണ്ടിക്കുവും പറയാനുള്ളത് പറയേണ്ട ആവശ്യമില്ല ചില സമയത്ത്. അങ്ങനെ പറയാതിരിക്കലായിരിക്കും ചില സമയത്ത് നല്ലത്. ഇതിന് തെളിവ് മമ്പറം തങ്ങളെ സെക്രട്ടറി ആയിരുന്നു കോന്തു നായര്. ആ കോന്തു നായരോട് ഒരിക്കൽ പോലും ഇസ്ലാമിനെ കുറിച്ച് മമ്പറം തങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. വലിയ പോരിശ. ഇത് പോരിശയോടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവൻ സംരക്ഷിച്ച അബൂ ത്വാലിബ് മരണക്കടക്കിൽ കിടക്കുമ്പോ റസൂലുള്ള അടുത്ത് വന്നിട്ട് പറഞ്ഞത്, എളാപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, എനിക്ക് അള്ളാഹിന്റെ അടുത്തൊന്ന് പറയാലോ, നിങ്ങളെ രക്ഷപ്പെടുത്താനെന്നാ പറഞ്ഞത്. മനസ്സിലായോ? അത് എത്രയും കാലം നമ്മളെ സംരക്ഷിച്ച എളാപ്പല്ലേ, ഇനിയിപ്പോ ഈ അവസാന കാലത്ത് എളാപ്പാനെ ചടപ്പിക്കാൻ നിൽക്കണ്ടെന്ന് റസൂൽ വിചാരിച്ചില്ല. ഇസ്ലാം പറഞ്ഞു കൊടുക്കണം. കോന്തുനായരെ പിടിച്ച് ഇസ്ലാമിക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാനല്ലേ ഈ പറയണത്? കോന്തുനായരെ പിടിച്ച് നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നില്ല ചില മമ്പറന്നങ്ങൾ കുറ്റക്കാരനാവൂല. പക്ഷെ കോന്തുനായർക്ക് ഒരു ദിവസമെങ്കിലും ഇസ്ലാമിന്റെ തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ മമ്പറന്നങ്ങൾ കുറ്റക്കാരനാ. ആരും കുറ്റക്കാരനാ. കാരണം ഇസ്ലാം പ്രചരിപ്പിക്കുക എന്നുള്ളതും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും നമ്മളെ അടിസ്ഥാന ദൗത്യമാണ്. നിർബന്ധിക്കലും വലിച്ചോണ്ടല്ലോ അല്ല. മനസ്സിലായോ? എന്ത് വിട്ടിത്തരാടോ ഈ പറയണത്? ഇവൻ പറയാണ്, മമ്പറം തങ്ങളുടെ സെക്രട്ടറിയായി ഒരുപാട് വർഷം പിന്നാലെ നടന്നിരുന്ന കോന്തുനായരോട് മമ്പറം തങ്ങളെങ്ങാനും ഇസ്ലാം സ്വീകരിക്കൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കോന്തുനായർ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു. പക്ഷെ മമ്പറം തങ്ങൾ പറഞ്ഞില്ല. വലിയ പോരിശായിട്ട് പറയാണ്. അതെന്തോടോ അന്ന് ഇസ്ലാമിലേക്ക് ആളടക്കണ കോട്ട പൂർത്തിയായിരുന്നോ? അതുകൊണ്ടാണ് മമ്പറം തങ്ങൾ പറയാതിരുന്നത് തന്നെ. ഈ കോന്തുനായരെങ്ങാനും നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുമ്പോൾ ഇയാൾ പറയാണ്, പടച്ചോനെ, ഞാൻ ഒരുപാട് കാലം ഈ മമ്പറം തങ്ങൾ എന്ന മഹാന്റെ പിന്നാലെ നടന്നിട്ടും ഒരിക്കൽ പോലും നിന്റെ സത്യദീനിന്റെ സന്ദേശം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാണോ കുറ്റക്കാരൻ? മമ്പറം തങ്ങളല്ല കുറ്റക്കാരൻ. നിങ്ങൾ മമ്പറം തങ്ങളെ പുകഴ്ത്തപ്പത് മനസ്സിലായില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം മമ്പറം തങ്ങൾ പറഞ്ഞു കൊടുത്തില്ല അത്രേ. ഈ പരിശുദ്ധ ദീന് പറയാൻ ആരെടോ ഇതൊക്കെ പേടിക്കണത്? എന്താ എന്റെയൊക്കെ പ്രശ്നം? നീയൊക്കെ ഇസ്ലാമിന്റെ പ്രചാരകനാണോ തന്നെ? അപ്പൊ സഹോദരങ്ങളെ, ഇവൻ സർവമത സത്യവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏത് മതമായാലും കുഴപ്പമില്ല, അങ്ങനെ ദീന് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, ഇസ്ലാം പറയുന്നും വേണ്ട, നന്മ ചെയ്തിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി. ആൾക്കാരെ ദ്രോഹിക്കാതെ, പെണ്ണുങ്ങളെ ഉപദ്രവിക്കാതെ, മുതൽ കട്ടെടുക്കാതെ, കള്ളത്തരം കാണിക്കാതെ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാ മതം കണക്ക് തന്നെയാണ്. ആ ഒരു ലെവലിലേക്കാണ് ഇവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇസ്ലാം പറയേണ്ട കാര്യമൊന്നുമില്ലാതാ ഇവന്റെ ആഹ്വാനതാണ്. അതാണ് സർവമത സത്യവാദം. ഏത് മതമായാലും കുഴപ്പമില്ല, നല്ലവനായി ജീവിച്ചാൽ മതി. ഇത് ഈ അടുത്ത കാലത്ത് ഇവനുണ്ടായ പരിവർത്തനമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ സൂഫിസം തലയിൽ കയറിയതിന് ശേഷം ഇവനുണ്ടായ മാറ്റാണിത്. സൂഫിസം എന്ന് പറഞ്ഞ അവസാനം എത്തുക സർവമത സത്യവാദത്തിലേക്കാണ്. പിന്നെ ദീനും വേണ്ട. അപ്പോൾ ഒരു ടീം വന്നല്ലോ കേരളത്തിൽ, എന്ത് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നേഹം മാത്രമാണ്, അങ്ങനെ മതമൊന്നുമില്ലാന്ന്. അവിടേക്കാണ് ഇവന് എത്താം. ഇവന്റെ പോക്ക് അങ്ങോട്ട് തന്നെയാണ്. കാരണം എന്താ? ഇവൻ മുമ്പ് പല ശിർക്കൻ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇവൻ എതിർത്തിരുന്നു. ഇപ്പോ നേരെ ഇതിനെതിരായി. അന്ന് എന്തൊക്കെ പറഞ്ഞിരുന്നു അതിന് നേരെ എതിരായി. ഇപ്പോ പണ്ട് ഇവന് ക്രിസ്മസിന് സ്റ്റാർ തൂക്കൽ ശിർക്കായിരുന്നു. കേട്ടോളി. അപ്പോൾ ഒരാളെ എനിക്ക് വിവരം തന്നത് മുസ്ലിം വീടുകൾക്ക് മുന്നിൽ സ്റ്റാർ തൂക്കുന്നുണ്ട്. അതെങ്ങനെയാണോ മുസ്ലിം വീടിന്റെ മുന്നിൽ സ്റ്റാർ തൂക്കുണ്ടാ? എങ്ങനെയാടോ മുസ്ലിം വീടിന്റെ മുന്നിൽ സ്റ്റാർ തൂക്കുക? എന്താ ഈ കാട്ടുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനം? ഈ സ്റ്റാറും ഈ ക്രിസ്തുമസും തന്നെ തനിഷിർക്കാണ്. യേശു ക്രിസ്തു ഡിസംബർ 25-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു രേഖയും ഭൂമിയിൽ എവിടെയുമില്ല. ഇത് ആരെങ്കിലും അല്ല പറയുന്നത്, ഇത് റഹ്മത്തുള്ളയാണ് പറയുന്നത്. ഇത് ആരെങ്കിലും അല്ല പറയുന്നത്, ഇത് റഹ്മത്തുള്ളയാണ് പറയുന്നത്.
റഹ്മത്തുള്ള പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ ആ മുന്നിലിരിക്കുന്ന പൊട്ടന്മാരായ കൗമിന്. കാരണം ഇന്നെന്തെങ്കിലും പറയും കൗമ് തലാട്ടി കൊടുക്കും, നാളെ അതിനെതിരെ പറയും അപ്പോഴും കൗമ് തലാട്ടി കൊടുക്കും, മറ്റന്നാൾ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകും അപ്പോഴും കൗമ് തലാട്ടി കൊടുക്കും. അങ്ങനെ കുറച്ച് പൊട്ടന്മാരായ കൗമ് ഇവന്റെ മുമ്പിലുണ്ടല്ലോ, ഇവൻ തന്നെ പൊട്ടന്മാരെന്ന് വിളിക്കണം. ആ കൗമിന്റെ മുമ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് വിളമ്പിയതാണെന്ത് ഈ ക്രിസ്മസിന് മുസ്ലിം വീടുകളുടെ മുമ്പിൽ സ്റ്റാർ തൂക്കല്. അത് ശിർക്കാണ്. ക്രിസ്മസ് ആഘോഷം തന്നെ ശിർക്കാണ്. യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 ഒരു തെളിവുമില്ല. അന്ന് ഓൻക്കത് ശിർക്കായിരുന്നു. അന്ന് ഓൻ സൂഫിസം തലി കയറിയിട്ടില്ല, അന്ന് ത്വരീഖത്ത് തലി കയറിയിട്ടില്ല. അന്നൊരു സാധാരണ പ്രഭാഷകനായി ദീനിന്റെ പല അടിസ്ഥാന കാര്യങ്ങളും അങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുകയാണ്. പല ശിർക്കൻ ആചാരങ്ങളെയും ഖബറാരാധനയും ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന പല കള്ളന്മാരെയും എതിർത്ത് സംസാരിക്കുന്ന കാലാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂഫിസം തലി കയറി ഇപ്പം എന്ത് ചെയ്തു? സർവ്വമത സത്യവാദത്തിലേക്ക് എത്തി. അപ്പോഴോ ക്രിസ്ത്യാനിറ്റി ഏറ്റവും നല്ല മതമായി. കേട്ടോളി, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ധർമ്മവും നന്മയും കരുണയും ഉള്ളൊരു മതമാണ്. അതിനെ നിങ്ങൾ യൂറോപ്പിൽ നിന്ന് വായിക്കരുത്. യൂറോപ്പിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയെ വായിക്കരുത്. അതൊരു ധർമ്മമുള്ള, നന്മയുള്ള, നീതിയുള്ള, സത്യമുള്ള ഒരു മതമാണ്. അതിനെ യൂറോപ്പിൽ നിന്ന് വായിക്കുമ്പോഴാണ് പിഴക്ക്. ഇതാണ് ഇപ്പോഴത്തെ നിലപാട്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അത് ധർമ്മമുള്ള, സത്യമുള്ള, നീതിയുള്ള, നന്മയുള്ള, കരുണയുള്ള നല്ലൊരു മതമാണ് ക്രിസ്ത്യാനിറ്റി. അത് നിങ്ങൾ യൂറോപ്യന്മാരേക്കൊന്ന് വായിക്കരുത്. പിന്നെ ഇവന്റേക്കൊന്ന് വായിച്ചാൽ മതി. ഇവന്റേക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി നല്ല മതമാവും. നന്മയുള്ള മതമാണ്, നീതിയുള്ള മതമാണ്, സത്യമുള്ള മതമാണ്, ധർമ്മമുള്ള മതമാണ്, കരുണയുള്ള മതമാണ്, എല്ലാമാണ് ക്രിസ്ത്യാനിറ്റി. ഈ ക്രിസ്ത്യാനിറ്റിയുടെ ക്രിസ്മസ് ആഘോഷത്തിന് എന്തിനാണ് ശിർക്കിനെ എതിർക്കണത്? നിങ്ങൾ നബിദിനം ആഘോഷിക്കണില്ലേ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനങ്ങൾ ആഘോഷിക്കണില്ലേ? ഇസ്ലാം നല്ല മതമായതുകൊണ്ടല്ലേ? ഇസ്ലാം സത്യമതായതുകൊണ്ടല്ലേ? ധർമ്മമുള്ള മതമാണ്. ആ മതത്തിന്റെ പ്രവാചകനാണ് റസൂല്. ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞതിന് ഖുർആനും ഹദീസും വളച്ചൊടിക്കുന്ന ടീമല്ലേ നിങ്ങൾ? അപ്പൊ ക്രിസ്ത്യാനിറ്റിയും നല്ല മതമാണെങ്കിൽ, ധർമ്മമുള്ള മതമാണെങ്കിൽ, നീതിയുടെ മതമാണെങ്കിൽ, സ്നേഹത്തിന്റെ മതമാണെങ്കിൽ, സത്യത്തിന്റെ മതമാണെങ്കിൽ അതിന്റെ പ്രവാചകനായ യേശു ക്രിസ്തുവിന്റെ ജന്മദിനങ്ങൾ ആഘോഷിച്ചൂടെ? അതിന് ഞങ്ങൾ ശിർക്ക് എന്ന് പറയണത്. അപ്പൊ ഓരോ കാലത്ത് ഇവരിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോ എല്ലാം നന്മയാണ്, എല്ലാ മതവും സത്യത്തിന്റെ മതമാണ്. കഴിഞ്ഞില്ല. ഓണാഘോഷത്തിനെ കുറിച്ച് പണ്ടും എന്താ പറഞ്ഞിരുന്നത്? കേട്ടോളി. അവരെ ആഘോഷമാക്കാൻ പാടില്ല. അവർക്ക് പ്രത്യേകമായ വിഷുവിന്റെ ആഘോഷം മുസ്ലിമീങ്ങൾക്ക് ആഘോഷമല്ല. ഉണ്ടെങ്കിൽ അത് ഷിർക്കിൽ പങ്കുചേരലാണെന്ന് മുഹമ്മദ് നബി. ചിന്തിക്കണം. ഇത്തരം ആഘോഷങ്ങൾ, ഓണത്തിന്റെ ആഘോഷം മുസ്ലിമിന്റെ ആഘോഷമല്ല. എന്തുകൊണ്ട്? ഓണം ഉദ്ഘാടനം ചെയ്തത് പരശുരാമനാണ്. വാമന പ്രതിഷ്ഠയിൽ, തൃക്കാക്കരയിൽ സ്ഥാപിച്ച വാമന പ്രതിഷ്ഠയുടെ അനുബന്ധമാണ് ഓണാഘോഷം. വാമനൻ എന്നത് മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ്. തൃക്കാക്കരയിൽ തൃക്കാൽ കുത്തിയ കര എന്നാണ്. തൃക്കാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണുവിന്റെ കാലാണ്. തൃക്കാക്കരയിലാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ഓണമുണ്ടായിട്ടുള്ളത്. ഓണം ഉദ്ഘാടനം ചെയ്തത് പരശുരാമനാണ്. പരശുരാമനും മഹാവിഷ്ണുവിന്റെ മറ്റൊരവതാരമാണ്. അതുകൊണ്ട് അത് മുസൽമാന്റെ ആഘോഷമല്ല. അതിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നവർ ഫഖദ് അശ്റക ബില്ലാഹ്. വിളവെടുപ്പ് ഉത്സവമല്ല, അതൊരു വിളവെടുപ്പിന്റെ ഉത്സവമല്ല. അതിൽ പ്രത്യേകമായ സവർണ ഫാഷിസം നമ്മുടെ മേൽ അധികാരം നേടിയതാണ്. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? ഇത് 10, 15, 17 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാട്ടോന്. അന്ന് ഓണാഘോഷത്തിൽ പങ്കുചേരൽ ശിർക്കാണ്, വിഷുവിന്റെ ആഘോഷത്തിൽ പങ്കുചേരൽ ശിർക്കാണ്. ആര് പറഞ്ഞു? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരൽ ശിർക്കാണ്, അത് കുഫ്റാണെന്നൊക്കെ പറഞ്ഞ ആള് ഇതിന് ന്യായം പറഞ്ഞെന്താണ്? ഈ വാമൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ്. അന്ന് അങ്ങനെയായിരുന്നു. ഇപ്പൊ വാമനൻ എൻ്റെ കുടുംബത്തിലെ 10 മക്കളിൽ ഒരു മോന വാമനൻ തന്നെ. എൻ്റെ വാപ്പാന്റെ 10 മക്കളിൽ ഒരാളാണ് വാമനൻ. എന്റെ ജ്യേഷ്ഠനായിട്ട് വരും. അതുകൊണ്ട് ഓണാഘോഷം പറ്റും എന്നുള്ളടത്താണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. കേട്ടോളിയും. ഓണാഘോഷത്തിന് അടുത്ത വീട്ടിലെ കൃഷ്ണന്റെ വീട്ടിൽ നിന്ന് വേലായുധന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നാൽ കഴിക്കാൻ പാടുള്ളൂ ചോദിക്കാറുണ്ടായിരുന്നു പഴയ കാലത്ത്. നിങ്ങൾ വളർന്നു, അല്ലെങ്കിൽ കുറെ കാലമായാലും നിങ്ങൾക്ക് ആയുസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഏതെങ്കിലും കാലത്ത് ഒരു ഉസ്താദിനോട് എഴുതി ചോദിച്ചിട്ടുണ്ടോ ഓണത്തിന് ഭക്ഷണം കഴിക്കാനുണ്ടോ, പാടുണ്ടോ? അതൊരു ചർച്ചയാണ്. നമുക്ക് ഓണത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലല്ലേ നമ്മളെ വാപ്പമാർ ചോദിച്ചിരുന്നത്. പിന്നെ വേലായുധ അല്ല ഓണം കഴിഞ്ഞല്ലോ, എൻ്റെ പരിന്ന് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. എൻ്റെ വാപ്പ ചോദിച്ചിരുന്നു. എന്റെടാ ഓണത്തിന് നമുക്കൊന്നുമില്ലേ? ഇവരൊക്കെ കെലിമേലി മരിച്ച് നമ്മൾ കണ്ടതാ. ഇവരെക്കാളും വലിയ മുസ്ലിമാരാ. ഈ ഒരു ചിന്ത ഇവിടെ ഇട്ടുകൊടുത്തതാരാ? ഇവിടെ RSSനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിലെ പ്ലാറ്റ്ഫോം
സമൂഹത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ കഴിയാതെ നിൽക്കായിരുന്നു. കാരണം വർഗീയത ഹിന്ദുക്കളെ ബാധിച്ചിരുന്നില്ല. സഹോദരങ്ങളെ, ഇത് സൂഫിസം എന്ന ചാണകക്കുഴിയിൽ ഇവൻ മൂക്കും കുത്തി വീണതിന് ശേഷം സർവമത സത്യവാദം തലയിൽ കയറിന് ശേഷം ഉണ്ടായ വെളിപാടാണത്. എന്താണ്? ഇപ്പൊ ഓണാഘോഷം, ആ ഓണാഘോഷത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലാ കുഴപ്പം. പണ്ട് കഴിച്ചപ്പോഴെന്ന് കുഴപ്പം. അന്ന് മഹാവിഷ്ണുവിന്റെ 10 അവതാരത്തിൽ ഒരാളായിരുന്നു വാമനൻ. ഇന്ന് പിന്നെ കുടുംബത്തിൽപ്പെട്ട 10 അവതാരങ്ങളിൽ ഒന്നായി വാമനൻ. അപ്പൊ എന്തായി? വേലായുധം ഓണത്തിന് ചോറ് കൊടുന്നില്ലെങ്കിൽ ഇവന്റെ വാപ്പ ചോദിക്കത്ര, നല്ല വേലായിന്നാ, ഓണത്തിന് ഭക്ഷണമൊന്നും കണ്ടില്ലല്ലോ, ചോറൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിങ്ങനെ ചോദിക്കുന്നു പറഞ്ഞു വാപ്പ. എന്നിട്ട് ചോദിക്കണം, ഈ RSS റേഡിയോയിൽ ഇസ്ലാമിക ഈ വിരുദ്ധ ഈ വികാരം ഇട്ട് കൊടുത്തത് ഇതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈജോ 15 കൊല്ലം മുന്നേ സംസാരിച്ചത് വിഷുവിന്റെ ആഘോഷത്തിൽ പങ്കുചേരൽ ശിർക്ക്, ഓണാഘോഷത്തിൽ പങ്കുചേരൽ ശിർക്ക് എന്ന് അന്റെ ഈ വൃത്തികെട്ട തൊള്ളോണ്ടല്ല ചെങ്ങായി പൊലമ്പിയത്. കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ പൊലമ്പിയതല്ലേ ഉഗാണ്ടന്റെ ഏതെങ്കിലും ഉൾനാട് പോയി പ്രസംഗിച്ചതല്ലോ ഇതിപ്പോൾ യൂട്യൂബ് കേൾക്കണ ചങ്ങായി, അന്റെ ചാനലിന്റെ ഉള്ളിൽ കേൾക്കണ സാധനം. എന്നാ അത് ഡിലീറ്റ് ചെയ്യാനുള്ള മര്യാദയെങ്കിലും ഒന്ന് കാണിക്കോടോ അങ്ങനെ ഒരു മര്യാദയും കാണിക്കേ. ഇത് ജനങ്ങളെ മൊത്തം കുപ്പിയിലാക്കി വിഡ്ഢികളാക്കി. ഇത് മാത്രം ഒരു ബുദ്ധിമാന്, ഇത് മാത്രം ഒരു ബുദ്ധിരാക്ഷസൻ, ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാര് എന്നുള്ള ആ ചിന്ത ഉണ്ടല്ലോ. അന്റെ മുമ്പിലിരിക്കണ കോമു പൊട്ടന്മാരായിരിക്കും എല്ലാരും. അതല്ലടോ, മിനിമം അന്റെ ചാനൽ പ്രസംഗം ഡിലീറ്റ് ചെയ്യേ. ഓണാഘോഷത്തിൽ പങ്കെടുക്കൽ ശിർക്ക്, വിഷുവിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കൽ ശിർക്ക് എന്ന് പൊലമ്പിയ പ്രസംഗം എടുത്ത് ഒഴിവാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും സാമാന്യ വിവേകമെങ്കിലും കാണിക്കടോ സഹോദരങ്ങളെ. ഇത് അന്ന് ഓൻ ശിർക്കാണ്, കുഫറാണ്. ഓണാഘോഷം അല്ലെങ്കിൽ അമുസ്ലിങ്ങളുടെ ആഘോഷത്തിൽ പങ്കുചേരൽ ശിർക്കാണെന്ന് പറയാന് അന്ന് ഓന്റെ തൊള്ളിന്ന് എടുത്ത് പറഞ്ഞല്ല. ഇന്ന് ഓൻ പലതും ഓന്റെ തൊള്ളിന്ന് എടുത്ത് പറയുന്നുണ്ട്. ഓന്റെ മണ്ടിയെന്ന് വൃത്തികെട്ട വിഷലിപ്തമായ ആ ചാണകം നിറച്ച മണ്ടിന്ന് എടുത്ത് പറയുന്നുണ്ട്. അന്ന് അങ്ങനല്ലായിരുന്നു. അന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് കേട്ടോളി. ഒരാൾ ഒരു വിഭാഗത്തോട് സദൃശ്യനായാൽ അവരിൽപ്പെട്ടവനാണ്. ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പാടില്ലാത്തതാണ്. وفي هذا الحديث دليل على النهي الشديد والوعيد على التشبه بالكفار بأقوالهم وأفعالهم ولباسهم وأعيادهم وغيرها من الأمور التي لم تشرع لنا എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഷറഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഒരു ബന്ധം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അവരുടെ ആഘോഷ രീതികൾ നമ്മുടെ ആഘോഷ രീതിയാകരുത്. അവൻ പാടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവരുടെ ആഘോഷ രീതികൾ നമ്മുടെ ആഘോഷ രീതികളാകരുത്. അവരുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളാകരുത്. രോഗങ്ങളും ബന്ധങ്ങളും കാര്യങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. പക്ഷേ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും ഖാല റസൂലുള്ളാഹി. വളരെ ശ്രദ്ധിക്കണം. ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇതൊരിക്കലും നിസ്സാരപ്പെട്ട കാര്യമല്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അവർക്ക് പറയൂ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, നേരായ വഴിക്ക് ഓരോരുത്തരും ജീവിക്കുക, അള്ളാഹുവിനെ പേടിക്കുക, അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അത്തരം പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങൾക്ക് അഭികാമ്യമല്ല. അത് വളരെ കുറ്റകരമായ കാര്യമാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കേട്ടില്ലേ? ഇത് തലക്ക് വെളിവുള്ള കാലത്ത് പറഞ്ഞതാ. പിരാന്ത് ആണിന് മുമ്പ് പറഞ്ഞതാണിത്. പിരാന്ത് ഞാൻ തെളിയിക്കൂട്ടോ. അത് ഞാൻ ഓനെ കൊണ്ടുതന്നെ ഉറപ്പിച്ചരാ. പിരാന്ത് ആകണിന് മുമ്പ് തലക്ക് വെളിവുള്ള കാലത്ത് പറഞ്ഞതാണ്. ഹദീസ് ഉദ്ധരിച്ചിട്ടാ പറയണത്. ആരെങ്കിലും ഒരു ജനതയുമായി സാദൃശ്യപ്പെട്ടാൽ അവരിൽപ്പെട്ടവനാണ്. അത് വേഷം കൊണ്ടോ അവരുടെ ആഘോഷത്തിലോ ആരാധനകളിലോ സംസ്കാരങ്ങളിലോ എന്തായിക്കോട്ടെ, ഇത് ഹദീസ് ഉദ്ധരിച്ച് കൃത്യമായി ദലീലിന്റെ അടിസ്ഥാനത്തിൽ അവൻ പറയണത്. അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ മതക്കാരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ പാടില്ല എന്ന് പ്രസംഗിച്ച ഓനെ സർവമത സത്യവാദത്തിലേക്ക് വന്നപ്പോൾ എല്ലാം അനുവദനീയമായി, എല്ലാ ആഘോഷങ്ങളും അനുവദനീയമായി. ഓണാഘോഷം അനുവദനീയമായി, ക്രിസ്മസ് ആഘോഷം അനുവദനീയമായി, വിഷുവിന്റെ ആഘോഷം അനുവദനീയമായി. എല്ലാ മതങ്ങളും നന്മയുള്ള മതങ്ങളായി. ക്രിസ്ത്യാനിറ്റി നന്മയും സത്യവും നീതിയും ധർമ്മവുമുള്ള മതമായി. പണ്ട് അതിന്റെ സ്റ്റാർ തൂക്കൽ പോലും ശിർക്കായിരുന്നു. ഇപ്പൊ സൂഫിസം തലീകരിപ്പോ ഇതൊക്കെ അനുവദനീയമായി. അങ്ങനെ ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഓരോ കൊല്ലത്തിലും ഓരോ ആദർശം പനെ മുമ്പിലേക്കിട കൗമൊക്കെ ഒന്നെ, ഇവനും ഒന്നെ, ഇവനും മാറിയിട്ടില്ല. ആദർശം എങ്ങനെ മാറിക്കൊണ്ടിരിക്കും? എന്തുകൊണ്ടാണ് ഇവന് ഇങ്ങനെ തോന്നി മാറി ഇങ്ങനെ പറയാൻ കാരണം? സഹോദരങ്ങൾ, ഇവന് എന്താണ് ഈ പറയണെന്നുള്ളത് ഇവൻ എന്നെ അറിയാം. അത് ഇവൻ തന്നെ പറയണ്ട്. കേട്ടോളി. എന്നെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരാണ് വളരെ കുറവാ. കുറഞ്ഞ മനുഷ്യന്മാർക്ക് എന്നെ ഇഷ്ടം ഉണ്ടാവുള്ളൂ. കാരണം എന്താ ഇയാൾ പറയാന്നറിയില്ല എന്ന് എല്ലാവരും. ഇന്റെ കാര്യം അങ്ങനെ തന്നെ. ഞാൻ എന്താ പറയാന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറഞ്ഞ മനുഷ്യന്മാർക്ക് ഇന്ന ഇഷ്ടമാണ്. അതിൽപ്പെട്ട ഒരാൾ അബ്ബാസ് വൈസി. കേട്ടില്ലേ? ഇതാണ് പ്രശ്നം.
ഇവനെ സ്നേഹിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം എന്താ, ഇയാളെ പ്രസംഗത്തിന് ചെല്ലും ചെലവും കൊടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10,000 പോക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്കൂലിയും കൊടുത്ത് തിന്നാനും കൊടുത്തിട്ട് ഇവനെ മൈക്കും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവ എന്താ പ്രസംഗിക്കുക എന്നുള്ളത് ഒരു ഊഹം നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഇവനെ വല്ലാതെ അടുപ്പിക്കേണ്ടുള്ള ധാരണയാണ് ജനങ്ങൾക്കുള്ളത്. ജനങ്ങൾക്ക് മാത്രമല്ല ഇവനെന്നാ ധാരണയുള്ളത്. എന്താണ് പറയുന്നത് ഓൻക്കെന്നെ അറിയണ്ടാവില്ല. ഒരു ആളിളകിയിട്ട് ഏത് ചെയ്ത്താന് ചേക്കുട്ടിപ്പാപ്പയാണോ അല്ലെങ്കിൽ ഇഫിരീത്താണോ വലിയ ചെയ്ത്താനാണോ കുട്ടി ചെയ്ത്താന്മാരാണോ ഏത് ചെയ്ത്താനാണ് എപ്പോഴാണ് കയറിയെന്ന് എനിക്കറിയില്ല. അപ്പൊ ഓരോന്നങ്ങനെ പറയും. എന്താ പറയുന്നത് ഓൻക്കെന്നെ അറിയില്ല. എന്താണ് ഈ അസുഖത്തിന് പറയുമ്പോൾ? ഒന്നുകിൽ അൽഷിമേഴ്സ് ആയിരിക്കണം, അതിനുള്ള പ്രായം ആയിട്ടില്ല എനിക്ക് തോന്നണോ. ഇനി അൽഷിമേഴ്സിന് പ്രായപരിധിണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഇവൻ എന്തായിരിക്കണം, ശൈത്താൻ കയറിയതായിരിക്കണം, അതുമല്ലെങ്കിൽ പിരാന്തായിരിക്കണം. ഇത് മൂന്നാലൊന്നാകാതെ ഇങ്ങനെ തോന്നിമാരി പറയില്ല. എന്താണ് പറയാന്ന് ഓർമ്മയില്ല എന്നുള്ള ഒരു മനുഷ്യൻ തന്നെ പറയണം. ഞാൻ എന്താ പറയാന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ 3 കാരണമായിരിക്കാം. ഒന്നുകിൽ അൽഷിമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പിരാന്തായിരിക്കാം, അല്ലെങ്കിൽ ചെയ്ത്താനായിരിക്കാം. അതിലെന്താണ് പിരാന്താണ് ഇവന് ബന്ധന പറയേണ്ടത് കേട്ടോളി. ആയുസിൽ ഒരു റമളാൻ കൊണ്ട് മുത്തക്കയായ ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ പറയും. ബത്തക്ക നിന്നിട്ടുണ്ട്, മുത്തക്കയായിട്ടില്ല. ബത്തക്ക മുത്തക്കി രണ്ടും ഒരേ പോലുള്ള കോലാണ്. നമ്മൾ മുത്തക്കായിട്ടില്ലെങ്കിലും ബത്തക്കായിട്ട് ബത്തക്കനോട് നിന്ന് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം ഞാനീ പറഞ്ഞ നിങ്ങളെ തലയ്ക്കൂല. ഇയാളൊരു പിരാന്താണ്. എനിക്കെന്നെ അറിയാം എനിക്ക് പിരാന്താണ്. എനിക്കറിയടോ എനിക്ക് പിരാന്താണ്. എനിക്ക് വേറെ സൈസ് പിരാന്താണ്. എനിക്ക് പിരാന്താണ്, ഇത് വേറൊരു സൈസ് പിരാന്താണ് മാത്രം. ഇതാണ് സുഹൃത്തുക്കളെ പ്രശ്നം. ഇവന് പിരാന്താണ്. അതിൽ ഏത് പിരാന്താന്നുള്ളത് കൃത്യമായിട്ട് ഓൻക്കുള്ള വേറെ സൈസ് പിരാന്താണ്. ഏത് പിരാന്താണ്? ഞങ്ങളെ മലപ്പുറക്കാരെ ഭാഷയിൽ പറഞ്ഞാൽ നട്ടപ്പിരാന്ത്, മൂച്ചിപ്പിരാന്ത്, കാമപ്പിരാന്ത് അങ്ങനെയൊക്കെ പറയും. ഇതിൽ ഏത് പിരാന്താന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് കൃത്യമായിട്ട് ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഓരോ പിരാന്തിനും ഓരോ മരുന്നാണല്ലോ. ഇവന് ഏത് പിരാന്ത്? ഒരു പ്രത്യേക സൈസ് പിരാന്താണ് അത്രേ. ആ പിരാന്തിന് എന്താണ് അതിന്റെ പേര് നമുക്കറിയില്ല. അങ്ങനെ പിരാന്തായി കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പറയണേ, ആയുസിൽ ഒരു റമദാനം ഉണ്ടെങ്കിലും മുത്തക്കിയായ ഒരാളെയും കാണിച്ചു തരുമെന്ന്. അജ്ജെങ്ങനോട് തീരുമാനിക്കല്? ഒരാളെ തെക്ക് വയ്യ തീരുമാനിക്കല്? ഒരാൾ മുത്തക്കിക്കണോ ഇല്ലെന്ന് അള്ളാഹ്ക്കറിയും. അത് അള്ള തീരുമാനിച്ചോളും. ഒരാളാണോ 100 ആളാണോ 1000 ആളാണോ 1,00,000 പേരാണോ മുത്തക്കിയാണെന്ന് അനക്ക് എങ്ങനെ അറിയാം? ഇജ മുത്തക്കിയായിട്ടുണ്ടാവില്ല, ഇജ ബത്തക്കിയായിരിക്കും ചിലപ്പോ. ബത്തക്ക ഇങ്ങനെ വെട്ടി മുണങ്ങി കൊമ്പിൻ തടവിയിട്ട് ഇങ്ങനെ ഇതുപോലെ തോന്നിയാസം പ്രസംഗിച്ച് നടക്കേണ്ടി വിചാരിച്ചിട്ട് എല്ലാവരും അതുപോലെയാണോ? അപ്പൊ ഇതൊരു പിരാന്താണ്. ഇങ്ങനെ പിരാന്തായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൊള്ളി വന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് തൊള്ളിയിൽ അപ്പ് വരുന്നത് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പിരാന്തന്മാർക്ക് പല തോന്നലുകളുണ്ടല്ലോ. ഇതിനെന്താ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഹാലൂസിനേഷൻ എന്നോ അങ്ങനെ എന്തൊക്കെ പേരുകളുണ്ട് ഇതിന്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ തോന്നിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കേരള മുഖ്യമന്ത്രിൻ്റെ പേരേക്ക് വരും, ചിലപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരും, അല്ലെങ്കിൽ മറ്റാൾ വരും, മറിച്ച ആൾ വരും. അങ്ങനെയൊക്കെ ഓരോരുത്തർ വരലും പോക്കും. അവനാ അങ്ങോട്ട് പോക്കും, വേറെ ഗ്രഹത്തേക്ക് പോക്കും, വേറെ ഗ്രഹത്തിന് ജീവികൾ ഇവൻ്റെ പേരേക്കലും. അങ്ങനെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പല തോന്നലും തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കുറ്റം പറയില്ല. ഒരു മനുഷ്യന് അസുഖം വരുന്നതിന് നമ്മൾ കുറ്റം പറയില്ല. പക്ഷെ ആ അസുഖം വന്ന പിരാന്തനെ പണ്ഡിതൻ പറഞ്ഞ് കൊണ്ടുകൊടുത്ത് കൊടുത്താൽ നമുക്ക് പ്രശ്നം. അങ്ങനെ ഇവന് പിരാന്തായി കഴിഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ ഇവൻ്റെ അടുത്തേക്ക് വരും തോന്നുത്രേ. ആരാ പേരിൽ ചില്ലറക്കാരെന്നല്ല കേട്ടോളി. 313 മജ്‌ലിസാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ മജ്‌ലിസിൽ എത്തി നോക്കിയിട്ടുണ്ടാവും. ഞാൻ ആദ്യം വിളിച്ചത് നബിയെയാണ്. 313 മജ്‌ലിസിലേക്ക് ഞാൻ ആദ്യം വിളിച്ചത് നബിയാണ്. നബി നിങ്ങൾ വരണം. ഞാൻ വളരെ ചണ്ടിയാണെങ്കിലും സ്വാലിഹ്യങ്ങളായ ആളുകൾ വരുന്നുണ്ട്. പിന്നെ 313 അള്ളാഹ് എന്ന പ്രസംഗം നിങ്ങൾക്ക് പകരക്കാരനായി ഞാൻ ചെയ്തതാണ്. നിങ്ങൾ വരണം. നബി വരും. നബി കരീമാണ്. നബി വന്നിരിക്കും. അടുത്ത വെള്ളിയാഴ്ച രാവിലെ ഇവിടെ റസൂൽ വരും. നോക്കണ്ട, ഞാൻ നബിനെ വിളിച്ചപ്പോൾ സുന്നത്തല്ലേ. റസൂള്ള വരും. ഇന്നെ നോക്കിയിട്ടല്ല, വിളിച്ചോട്ട് പോകുക. റസൂലാണ് സുന്നത്താണ്. എന്തേ അങ്ങനെ തന്നെയല്ലേ? ഞാൻ നബിനെ വിളിച്ചിട്ടുണ്ട്, നബി വരും. അടുത്ത വിളിച്ച റസൂലുണ്ടോ? എനിക്കുറപ്പാണ്. നിങ്ങൾക്ക് ഉറപ്പണി വന്നാൽ മതി. അപ്പൊ അതാണ് അടുത്ത വെള്ളിയാഴ്ച 313 മജ്‌ലിസാണ്. ആ മജ്‌ലിസിന് പിന്നെ ആദ്യം നബിനെ ക്ഷണിച്ചിട്ടുള്ളത്. നബിയെ 313 മജ്‌ലിസാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം വിളിച്ച് നബിയാണ്. നബിയെ നിങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞു. അപ്പൊ നബി വിളിച്ചാൽ വരാതിരിക്കുവോ? കാരണം നബി വിളിച്ചാൽ എന്താണോ ഹംകജി പറയണത്? നിങ്ങൾ എന്താ അള്ളാന്റെ റസൂലിനെ കളിയാക്കുക? നിങ്ങളെ ഈ കോപ്പിരായിട്ട്, നിങ്ങളെ ഈ തോന്നിയാസം, ഈ കോമാളിത്തരും എന്തെങ്കിലും പൊലിപ്പിക്കോളി. നിങ്ങൾ കുറച്ച് കോമാളികൾ എവിടെയെങ്കിലും കൂട് കെട്ടിയിട്ടോ കാട് കയറിയിട്ടോ എന്തെങ്കിലും പ്രസംഗിച്ചോളി. അയക്കെന്തിനോട് ഈ പുന്നാരൻ നബിനെ വിളിച്ചോണ്ടിരുന്ന നബി എന്താ നിങ്ങളെ കോമാളി കളിയോ? നിങ്ങളെ കുട്ടിക്കളിക്കളാ നബി? നിങ്ങൾ വിളിച്ചോടത്തൊക്കെ വരാളാ നബി തന്നെ? നബി മാത്രല്ല ബാക്കിയുള്ളവരും വരും. കേട്ടോളി. അടുത്ത വെള്ളിയാഴ്ച അവിടെ ബദരീങ്ങൾ വരും. ഞാൻ ബദരീങ്ങൾ വിളിച്ചിട്ടുണ്ട്. വരും. പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഒക്കെ
ഒക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്, പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ വരണം. അതിൽ പങ്കെടുത്ത ഒരാൾ നിരക്കത്ത് കിടക്കാൻ പാടില്ല. അപ്പൊ നബി മാത്രമല്ല 313 ബദരീങ്ങൾ മൊത്തം ഒരു പ്രകടനമായിട്ടുണ്ട് വരിക. മുന്നിൽ നബി ഇങ്ങനെ കൊടിയും പിടിച്ചിട്ട് ബാക്കിയുള്ള ബദരീങ്ങൾ, ബാക്കിയുള്ള സ്വഹാബത്തൊക്കെ അങ്ങനെ ഓരോരുത്തരെ പേരെടുത്ത് വിളിച്ചു എന്നാണ്. ഹാരിസ്, ഉബൈദ്, സഫ്വാന് എല്ലാവരും പേര്, 313 ബദരീങ്ങൾ എല്ലാവരും പേര്. അടുത്ത വെള്ളിയാഴ്ചൻ്റെ പേരിൽ നെയ്ച്ചോറും തേങ്ങാച്ചോറും ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് തിന്നുകാണ്ട് പോയിക്കോളി. ഇനി വല്ല കൈമടക്കം കൊടുത്തോ നീ തന്നെ. എന്നിട്ട് മന്ന ചങ്ങായി എൻ്റെ പേരേക്ക് നബിയും ഈ സ്വഹാബത്തൊക്കെ വന്നോ? അങ്ങനെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുവിടുക. ഞാൻ ബാക്കിയുള്ളവർക്കുണ്ടല്ലോ നബിനെ കാണാനൊക്കെ ഒരു പൂതി. അപ്പൊ സുഹൃത്തുക്കൾ, ഇതിങ്ങനെ പിരാന്ത് തരി കയറിയിട്ട് ഓരോന്ന് ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ കിടന്ന് പൊലമ്പണി ചങ്ങായി. ഇത് വീട്ടുകാർ കാര്യമായിട്ട് കിടക്കാഞ്ഞടുത്ത് ഗൗരവമാണ് വിഷയം. ഇപ്പൊ കൊണ്ടുപോയാൽ നടത്തിക്കൊണ്ടുപോക, കുറച്ച് കഴിഞ്ഞാൽ ചങ്ങൽ കിട്ടുകൊണ്ടുകൊണ്ടിരിപ്പനെ ഹോസ്പിറ്റലിക്ക്. ആ ജാതി തോന്നിയാസാണ് ഇവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പറയണത്? ഓന്റെ വിചാരം ഓൻ വലിയ സംഭവം, ഈ ലോകത്ത് ഏറ്റവും വലിയ ഗവേഷകനാണ് ഓൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കേൾക്കാത്തതും കാണാത്തതും അറിയാത്തതുമായ വിവരങ്ങളാണ് ഷെയ്ത്താന്റെ സഹായത്തോടെ, ഏതോ ജൂതന്റെ സഹായത്തോടെ, ഏതോ ഒരു തലതിരിഞ്ഞ സൂഫിയുടെ സഹായത്തോടെയാണ് ഇവൻ പൊലമ്പിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇതങ്ങനെ ആയപ്പോൾ ഇവൻ എത്രയും കാലം പേറി നടന്ന, തോളിലേറ്റി നടന്ന, തലയിലേറ്റി നടന്ന ഈ കെ സമസ്തയിലൊരു വിഭാഗം ഉണ്ടല്ലോ, ഷജറകള്, അവന്മാർക്ക് വരെ മടുത്തു. ഇപ്പൊ ഓര് വരെ തള്ളി പറഞ്ഞു. കേട്ടോളി അമ്പലക്കടവ് പറയണത്. ആദരണീയരായ സഹോദരങ്ങളെ, എൻ്റെ മാന്യ സുഹൃത്ത് റഹ്മത്തുള്ള ഖാസിമിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത കുറച്ച് കാലങ്ങളിലായി സമൂഹത്തിൽ ഉന്നത തട്ടിൽ നിലനിൽക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെക്കുറിച്ച് കുത്തുവാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുകയും സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിനെ പോലും അതീവ ദുർബലമായി കണ്ടുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്ഖലിതങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ എല്ലാ ആഴ്ചയും അദ്ദേഹം കോഴിക്കോട് ഖുർആൻ പ്രഭാഷണം നടത്തിയിരുന്നു. ഈ പ്രഭാഷണങ്ങൾ സമാപനമായ വലിയ വാർഷിക പ്രഭാഷണ മഹാസമ്മേളനങ്ങൾ വിശുദ്ധ റമദാനിൽ SKSS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രകൃതിപരമായ ദൗർബല്യമുണ്ട്. ഓരോ വർഷവും ശരാശരി 2, 3, 4, 5 വിഷയങ്ങൾ തിരുത്താനുണ്ടാവും. അത് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ച് തിരുത്താൻ പറയുമ്പോൾ അദ്ദേഹം തിരുത്തും. പക്ഷെ ഇത് എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രകൃതിപരമായ രീതിയാണ്. തെറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ആ തെറ്റുകൾ മൂർധന്യ ദശയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ വിവാദം ഉണ്ടായപ്പോഴും അദ്ദേഹത്തെ അടിയന്തരമായി വിളിച്ച് കോഴിക്കോട് വെച്ച് കാണാൻ പറഞ്ഞു. ഈ വിനീതനും മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, സത്താർ പന്തല്ലൂര്, OP അഷ്റഫ് 4 പേരും കൂടി അദ്ദേഹത്തോട് സംസാരിച്ചു. ഈ ഭീമാബദ്ധങ്ങൾ അടുത്ത കാലങ്ങളായി അദ്ദേഹം വരുത്തി വെച്ചതും പ്രത്യേകിച്ച് സ്വഹീഹ് ബുഖാരിയുമായി ബന്ധപ്പെട്ട വിഷയവും അദ്ദേഹം കൃത്യമായി ഞാൻ തിരുത്തി വിശദമായി വീഡിയോ ഉടനെ ഇടാമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ദിവസം പറഞ്ഞ ദിവസം ഇട്ടില്ലെന്ന് മാത്രമല്ല, പിന്നീട് അത് തിരുത്തുന്ന സമയത്തും മറ്റു തരത്തിലുള്ള ചില കുത്തുവാക്കുകളും വിശദീകരണവും നൽകിക്കൊണ്ട് വളരെ ലളിതമായ നിലക്കാണ് കാര്യം കൈകാര്യം ചെയ്തത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് ഷജറകളെ? ഇപ്പൊ എങ്ങനെയുണ്ട്? മൂത്ത ഷജറകളാണ് ഈ പറയണത്, മൂത്ത മരക്കുറ്റികള്. പക്ഷെ ആ മൂത്ത മരക്കുറ്റിമ കെട്ടിട്ടിട്ടും ഇപ്പൊ ഇയാൾ ഒതുങ്ങണില്ല. കയറും പൊട്ടിച്ച് മരക്കുറ്റി അടക്കം പറിച്ചു പോയാണ് ഇപ്പോ ഇത് കുടത്തുനിന്ന് ഇറക്കി വിട്ട ഭൂതത്തിന്റെ മാതിരി എന്ന് പറഞ്ഞ മാതിരിയായില്ല ഇപ്പൊ ഇയാളെ. ഈ ഷജറകളാണ് ഇത്രയും കാലം ഇയാളെ ഏറ്റിക്കൊണ്ട് നടന്നത്. ഈ സമസ്തന്റെ പുറത്ത് ഇയാൾ നിന്നപ്പോഴും ഷജറകളാണ് ഇയാളെ തോളിലേറ്റി നടന്നത്. എന്താ കാര്യം? ഇയാൾ പാണക്കാട് തങ്ങന്മാരെ ഇടക്കിടക്ക് തേറി പറയും. പാണക്കാട് തങ്ങന്മാരെ തേറി പറഞ്ഞ ആൾക്കാർ ആരാണെങ്കിലും, അത് കാസിമി ആയാലും ശശികര ആയാലും ആരായാലും ഓലക്കബിൽ തലേറ്റി കൊടുക്കും. അതായിരുന്നു ഇയാൾ ആകെ ക്വാളിറ്റി. പാണക്കാട് തങ്ങന്മാരെ ഒളിമാറില്ലാതെ ഇയാളെ ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ ഷജറകൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇയാളെ തോളിലേറ്റ് താലോലിച്ച് നടന്നു. ഇയാൾക്കുള്ള പല വേദി സംഘടിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ പല കൈക്കൊന്നും പൊടുത്തം വിട്ടു. ഇപ്പൊ മരക്കുറ്റിമ പിടിച്ച് കെട്ടാൻ പറ്റാത്ത ആ കോലത്തിലായി. ഈ ഷജറക്കുറ്റികളുണ്ടല്ലോ, ഈ അടിക്കാതലുകൾ ആരൊക്കെയാണ്? അമ്പലക്കടവ് പറയാണ് എന്ത്, ഇയാളെ സ്ഖലിതങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനും മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയും പിന്നെ സത്താർ പന്തല്ലൂരും OP അഷ്റഫും 4 മരക്കുറ്റികൾ 4 ഷജറിന്റെ നേതാക്കന്മാരും പോയിട്ട് ഇയാൾക്ക് സ്ഖലിതം തിരുത്തി കൊടുത്തിട്ടും ഇയാൾ തിരുത്താൻ കൂട്ടാക്കണില്ല. അങ്ങനെയാണോ സംഭവം? നിങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയും താൽക്കാലിക ലാഭങ്ങൾക്കും വേണ്ടിയും ഈ പാണക്കാട് തങ്ങന്മാരും സമസ്തയും തകർക്കാൻ വേണ്ടി തലയിലേറ്റ് കൊടുന്ന ഇയാളെ ഇപ്പൊ എന്തായി? ഇപ്പൊ നിങ്ങളെ പുറത്തത്തിൽ ഇയാൾ നിന്നോ? അടുത്തത് നിങ്ങൾക്കായിരിക്കും. ഇവന്റെ സ്വഭാവത്താണ്. ഇപ്പൊ ആരും തെറി പറയും. ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങളെ തള്ളിപ്പറയുന്ന, ചവിട്ടി മതിക്കുന്ന ഈ പിരാന്തന് നിങ്ങളെ തള്ളിപ്പറയാൻ വല്ല മടി ഉണ്ടാവോ? തള്ളിപ്പറയും. ഇപ്പൊ പല പോക്കറ്റിൽ ഒതുങ്ങി നിൽക്കണില്ല. ഇതാണ് അവസ്ഥ.
ഇപ്പൊ എന്തായി? ഇപ്പൊ കെട്ട കോയിനെ കുറുക്കനും മാണ്ടെന്ന് പറഞ്ഞ മാതിരി ഷജറകൾക്കും മാണ്ടതായി ചങ്ങായിന. അങ്ങനെ ഉണ്ടല്ലോ. ഈ കുറുക്കന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് കോഴി. പക്ഷെ കോഴി കെട്ടുനാറി കഴിഞ്ഞാൽ കുറുക്കനും പറ്റാതാവുമല്ലോ. അക്കോലത്തിൽ കെട്ടുനാറി ചീഞ്ഞുനാറി പൊഴുത്തുനാറിയ ഒരു സാമൂഹിക വേസ്റ്റാണ് ഈ ചങ്ങായി, ഈ കാസിമി. ഇപ്പൊ ഷജറകളും തള്ളി പറഞ്ഞു. ഇത്രയും കാലം പരസ്യമായും പരോക്ഷമായും ഇവനെ തലയിലേറ്റി നടന്നിരുന്ന ഷജറകൾ വരെ ഇവനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ അവസ്ഥ എടുക്കാണ്ടോ? ബാക്കിയുള്ള ആൾക്കാർ എത്ര വെറുത്തിട്ടുണ്ടാവും ഇവനെ? 2 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇവനെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു, ഇവൻ ഈ തീജാനി ത്വരീക്കത്ത് പോയി കുടുങ്ങിന്റെ ശേഷമാണ് ഇവൻ ഇത്ര വഷളായത് എന്ന്. അത് കേട്ടിട്ട് കേരളത്തിൽ അറിയപ്പെട്ടൊരു തീജാനി പണ്ഡിതൻ അയാൾ എന്നെ വിളിക്കുകയാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ തീജാനി ത്വരീക്കത്തിലേക്ക് ഇവനെ കൂട്ടി പറയല്ലേ, ഞങ്ങൾ ഇവനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, ഇവൻ തീജാനി എന്ന് പറയുന്നതാണ് ഞങ്ങൾക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ നാണക്കേട്, അതുകൊണ്ട് ദയവേത് തീജാനിയിലേക്ക് കൂട്ടി പറയല്ലേ. കേരളത്തിലെ കാസിമികളിൽപ്പെട്ട അറിയപ്പെട്ട ഒരു കാസിമി, മതരംഗത്തും പൊതുരംഗത്തുമുള്ള അറിയപ്പെട്ട ഒരു കാസിമി ഇപ്പൊ അടുത്ത് തന്നെ വിളിച്ചിട്ട് പറയാ, അമീർ സാഹിബ് ദയവ് ചെയ്ത് നിങ്ങൾ ഇയാളെ കാസിമി എന്ന് വിളിക്കല്, അത് ഞങ്ങൾക്ക് മാനക്കേടാണ്, ഞമ്മളാണ് ഇപ്പൊ കുടുങ്ങിയത്. ഇവനെ കാസിമി എന്ന് വിളിക്കണത് കാസിമിയൊക്കെ ഇഷ്ടമല്ല, തീജാനി എന്ന് വിളിക്കണത് തീജാനിയൊക്കെ ഇഷ്ടമല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ തീജാനി കാസിമിയും പാടെ കൂട്ടിയിട്ട് തീസിമി എന്ന് വിളിക്കേ, എന്തെങ്കിലും വിളിക്കേണ്ട ഈ എണ്ണം കെട്ടോന്. വല്ലാത്തൊരു ഇടങ്ങേറുള്ള ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇവനെ കൊണ്ട് ഇടങ്ങാറായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞ എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരു നികൃഷ്ട ജന്മം അതാണ് ഇവൻ. പേപ്പട്ടിക്ക് തൂറ്റൽ പിടിച്ച അങ്ങനെ ഉണ്ടാവും, ആ കോലാണ് ഇവന്റെ. അല്ലെങ്കിലേ പേപ്പറിനെ കണ്ട ആൾക്കാർക്ക് ഭയമാണ്, അതിന്റെ കൂടെ തൂറ്റലും പാടെ പിടിച്ചു കഴിഞ്ഞാൽ ഭയത്തിന്റെ പുറമെ അറപ്പും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവന്റെ അവസ്ഥ. പേപ്പട്ടികളെ പോലെ ഇവൻ ആരൊക്കെയാണ് എപ്പോഴാണ് കടിക്കുക ഒന്നും പറയാൻ പറ്റൂല. പേപ്പട്ടികൾ എങ്ങനെയുള്ളോ? വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിലും അതിന് പേ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം തീറ്റ കൊടുത്ത, ബിസ്ക്കറ്റ് കൊടുത്ത, പാല് കൊടുത്ത വീട്ടിലെ ഗൃഹനാഥനാണെന്ന് നോക്കൂല, അതിനും കടിക്കും. ആ പേപ്പട്ടിക്ക് തൂറ്റലും പാടെ പിടിച്ച എന്തായിരിക്കും അവസ്ഥ? അതാണ് ഇച്ചങ്കായിന്റെ അവസ്ഥ. എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരു നികൃഷ്ട ജന്മം. സഹോദരങ്ങളെ, ഇവന്റെ ഈ പോക്ക് എങ്ങോട്ടാണ്? ഞാനിത് 1 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 വർഷം മുമ്പ് ഇവനക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ചേകനൂരിസത്തിലേക്കും അതുവഴി സർവ്വമത സത്യവാദത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആ പരാമർശം നടത്തിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവനെ എതിരെ ചെയ്ത വീഡിയോ അവസാനിപ്പിച്ചത്. ആ വാചകം ഒന്നും കൂടി കേട്ടോളി. ഇൻഷാ അല്ലാഹ് ഇനിയും വരും. ഇവൻ പറഞ്ഞു കൂട്ടിയ തോന്നിവാസങ്ങളെ ഇവ എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? ധാനിച്ച സർവമത സത്യവാദത്തിലേക്കും ചേകനരുസ്യത്തിലേക്കും ഈ മുസ്ലിം ജനങ്ങളെ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ഇവന്. അത് ഓരോന്നോരോന്നായി ഇൻഷാ അല്ലാഹ് നമ്മൾ പുറത്തുവിടും. ഇത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ടാണ്. ഇത് 1 വർഷം മുമ്പ് പറഞ്ഞതാ. നമുക്കിത് അന്നേരം തിരിഞ്ഞിട്ട് ഇവന്റെ പോക്ക് കൊടുക്കാന്നുള്ളത്. ഇവന് സ്വതന്ത്രമായ വ്യാഖ്യാനങ്ങൾ, സ്വതന്ത്രമായ അപകടകരമായ വ്യാഖ്യാനങ്ങൾ, ഇസ്ലാമിക ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത, ഇന്ന് വരെ ഒരു പണ്ഡിതനും വ്യാഖ്യാനിച്ചിട്ടില്ലാത്ത, വിശദീകരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇവൻ വ്യാഖ്യാനിക്കുന്നതും വിശദീകരിക്കുന്നതും. പിന്നെ പ്രമാണങ്ങളെ തള്ളിപ്പറയുന്ന, സ്വഹീഹായ ഹദീസുകളെ തള്ളിപ്പറയുന്ന, പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ, അടിസ്ഥാന ആദർശങ്ങളെ ചവിട്ടിമരിക്കുന്ന ഇവന്റെ പ്രസംഗങ്ങൾ. ഇതാണ് ഇവന്റെ അവസ്ഥ. അങ്ങനെ ചേകനൂരിസം വിട്ട് സർവമത സത്യവാദത്തിലേക്കാണ് ഈ കാസിമി, ഈ മൂത്തേടത്തുകാരൻ, മൂത്തപിരാന്തൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്നോ അത്രയും പൊതുസമൂഹത്തിന് നല്ലത്. കാരണം എന്ത് തോന്നിയാസം പറഞ്ഞാലും ഇവനെ പോലത്തെ ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരുണ്ടാവും, കേട്ടിരിക്കാൻ കൗമുണ്ടാവും. അതാണ് കേരളത്തിൽ സമസ്ത വളർത്തിയെടുത്ത ഒരു സമുദായത്തിന്റെ അവസ്ഥ. ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ ഒരു ചങ്ങായി ഉണ്ടായിരുന്നല്ലോ വർഷങ്ങൾക്ക് മുമ്പ്, അവൻ ചത്തുപോയി എന്നാണ് തോന്നുന്നത്. സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച് അതിൽ കുട്ടികളുണ്ടായ ത്വരീഖത്തിന്റെ ഷേഖ് ഉണ്ടായിരുന്നു ഇവിടെ. ഓനെ പിന്നിലുണ്ടായിരുന്ന ആൾക്കാർ, ഓനെ കാണുമ്പോൾ ആൾക്കാർ തക്ബീറല്ലേ സ്വീകരിച്ചിരുന്നു. ഇവിടെ ഏത് അണ്ടനും അടകോടനും തെമ്മാടിക്കും താന്തോന്നിക്കും അലവലാദിക്കും ഒക്കെ ഇതുപോലത്തെ ആത്മീയ പ്രഭാഷകരായി മാറാ. ഓലെ മുമ്പിൽ ഈ കൗമിന്റെ പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടാവും. ആരെന്തു പറഞ്ഞാലും, ഇപ്പം നാളെ റസൂലുള്ളാഹിനെ തെറി പറഞ്ഞാലും ഓൻ്റെ മുമ്പിൽ ആൾക്കാരുണ്ടാവും, അള്ളാഹിനെ തെറി പറഞ്ഞാലും ഓൻ്റെ മുമ്പിൽ ആൾക്കാരുണ്ടാവും. ഇത്രയൊക്കെ പറഞ്ഞു കൂട്ടിയിട്ട് ഓൻ്റെ മുമ്പിൽ ആൾക്കാരില്ലേ? കാരണം സമസ്ത ഒരു 100 നൂറ്റാണ്ട് കാലം കൊണ്ട് വളർത്തിയെടുത്ത സമുദായം ഇങ്ങനെ പരുവപ്പെട്ടൊരു സമുദായമാണ്. അതുകൊണ്ടുള്ള അവിടെ ഈ ആറ്റക്കോയിന്റെ മുമ്പിലൊക്കെ എപ്പോഴും പെണ്ണുങ്ങൾ പോണത്, ആയിരക്കണക്കിന് 10,000-കണക്കിന്. എന്താ ഓൻ്റെ ക്വാളിറ്റി? സമസ്തന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു എന്നതാണ് അവന്റെ ക്വാളിറ്റി. മനസ്സിലായോ? അപ്പൊ ഈ സമസ്ത എന്ന ഞാൻ പറഞ്ഞു 100ാം വാർഷികം ആഘോഷിക്കല്ല. നിങ്ങൾ ഈ 100ാം വാർഷികത്തിനാണ് പിരിച്ചുവിട്ടാൽ നിങ്ങൾ എത്ര ഈ സമുദായത്തിൽ നിലനിൽക്കുന്നോ അത്രയും ഈ സമുദായത്തിന് ദോഷാണ്. ഇത് പൊതുസമൂഹം എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്നുവോ അത്രയും പൊതുസമൂഹത്തിന്, പൊതു മുസ്ലിങ്ങൾക്ക് നല്ലത്. ഇൻഷാ അല്ലാഹ് ഇവന്റെ പല തോന്നിയാസങ്ങളും, ഇവൻ പുലമ്പിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇനിയും പോസ്റ്റ്മോർട്ടം ചെയ്യാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.